നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന പേടിയിൽ പാകിസ്ഥാൻ ഭീകരരെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റുന്നു. പാക് അധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ബാലാക്കോട്ട് മാതൃകയിൽ തകർക്കുമെന്ന പേടിയിലാണ് ഭീകരരെ പാകിസ്ഥാനിന്റെ ഉൾഭാഗങ്ങളിലേക്ക് മാറ്റുന്നത്. മോദിക്ക് പിന്നാലെ രാജ്നാഥ് സിംഗും റഷ്യയുടെ വിക്ടറി ഡേ പരേഡിനായി മോസ്കോയിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനമെടുത്തതോടെ രാജ്യം ഈ ആഴ്ച തന്നെ പാകിസ്ഥാന് നിർണായക തിരിച്ചടി നൽകാൻ പോകുന്നുവെന്ന സൂചനകൾ ശക്തമാവുകയാണ്. രാജ്യം വിട്ടുപോയിട്ടില്ലെന്ന് അറിയിക്കാൻ പാക് പട്ടാള മേധാവി അസീം മുനീറിന്റെ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന അവകാശവാദം ഉന്നയിച്ചും വാചകമടി തുടരുന്നതിനിടെ പാക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചും രാജ്യം വഴിയുള്ള ചരക്ക് നീക്കം നിരോധിച്ചും ഇന്ത്യ മറുപടി നൽകിക്കഴിഞ്ഞു. ഭീകരരെ അടവെച്ചു വിരിയിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് അയച്ച് പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയിട്ടും പാക് പ്രധാനമന്ത്രി ഇന്നും ഇന്ത്യയോട് തെളിവ് ചോദിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സർജിക്കൽ സ്ട്രൈക്ക് പേടിയിൽ നെട്ടോട്ടമോടുന്ന പാകിസ്ഥാൻ. പ്രൈം ഡിബേറ്റിൽ ശ്രീ ആരിഫ് ഹുസൈൻ, ശ്രീ മിഥുൻ വിജയകുമാർ, ശ്രീ സേനാപതി വേണു, ശ്രീ KS വേണുഗോപാൽ, ശ്രീ പ്രിന്റു മഹാദേവ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വേണുഗോപാൽ, ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും കൂടുതൽ വാചകമടികളും അതുപോലെ തന്നെ പ്രകോപനങ്ങളും തുടരുകയാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്നും ഒരു TV അഭിമുഖത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ തെളിവുകളാണ്. പഹൽഗാം ആക്രമണത്തിന് ഒരു തെളിവുമില്ല, അത് ഇന്ത്യയുടെ നുണപ്രചാരണം മാത്രമാണെന്നാണ്. ഇത് ഈ ആക്രമണം ഉണ്ടാകും എന്നുള്ള പേടിയിൽ ഈ ലോക നേതാക്കളുടെ അനുകമ്പ കിട്ടുന്നതിന് വേണ്ടി, ലോകരാജ്യങ്ങളുടെ അനുകമ്പ കിട്ടുന്നതിന് വേണ്ടിയുള്ള വെറും പ്രചാരണങ്ങൾ മാത്രമല്ലേ പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായിട്ട് വരുന്നത്? ഇന്ത്യയിൽ നിന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാൻ പേടിക്കുന്നില്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് അപ്പാർത്തൈഡ് നേരിടുകയാണ്. അവരെ പലരും വെറുത്ത മട്ടിലാണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ പുറത്ത് പറയുക ബുദ്ധിമുട്ടാണെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാനോട് ഈ കളി അവസാനിപ്പിക്കാൻ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പാകിസ്ഥാന് മറ്റൊരു മാർഗവുമില്ല. ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളെ വെറുതെ ക്രൂശിക്കുകയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കാണ് അവർ പോകുന്നത്. അവർ തീർച്ചയായിട്ടും ഭയത്തിലാണ്. കാരണം അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല ഇന്ത്യ കരയിലൂടെയാണോ വ്യോമമാർഗമാണോ അതോ POKയിലാണോ എവിടെയാണ് ആക്രമണം നടത്തുക എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇന്ത്യയെ ഏത് വിധേനയും മറ്റ് രാഷ്ട്രങ്ങൾ കൊണ്ട് പൂട്ടാൻ ശ്രമിക്കുക, ഒരു സമാധാന കരാർ ഉണ്ടാകുമെങ്കിൽ നല്ലത് എന്ന ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവരിങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നു, അമേരിക്കയുടെ വിഷയത്തിൽ ഇടപെടാൻ പറയുന്നു, അതോടൊപ്പം തന്നെ പ്രകോപനപരമായ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഖ്വാജ ആസിഫ്, പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി, നിരന്തരം കുറേയേറെ കാര്യങ്ങൾ പ്രകോപനപരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഖ്വാജ ആസിഫ് ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നത് സിന്ധു നദീജലം തടഞ്ഞാൽ ഇന്ത്യയെ ആക്രമിക്കും എന്നാണ്. അത് അവരുടെ ഒരു സ്വപ്നം മാത്രമാണ്. കാരണം അവർക്കറിയാം ഏത് വിധത്തിൽ ആക്രമണം വന്നാലും നമ്മൾ ഇന്ത്യ കാത്തിരിക്കുന്ന അതാണ്, ആദ്യത്തെ അടി അവിടുന്ന് വരണം. നമ്മളായിട്ട് കൈവയ്ക്കുന്നില്ല, പക്ഷേ അതിന് നമ്മൾ സജ്ജമാണ് എന്നവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ചെറിയ ചെറിയ വെടിവെപ്പുകൾ മാത്രം നടത്തിക്കൊണ്ട് ഇപ്പോൾ POKയുടെ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. ബാക്കിയെല്ലാം അവരുടെ വെറും ഷോ മാത്രമാണ്. അവർ തികച്ചും ഭയത്തിലാണ്. അവരുടെ ജനങ്ങൾ അവർക്കെതിരാണ്. ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആർമി മാറിയതോടുകൂടി അവിടുത്തെ നഗരങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചടക്കുന്ന സാഹചര്യമുണ്ട്. അവിടുത്തെ പട്ടാള ക്യാമ്പുകൾ ചിലത് പിടിച്ചടക്കിയിരിക്കുന്നു, അവരുടെ ഓഫീസുകൾ ചിലത് പിടിച്ചടക്കിയിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ ഈ അസീം മുനീർ അതുപോലെ തന്നെ ISAയുടെ തലവനെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി മാറ്റിയതോടുകൂടി ഇവർ തമ്മിലുള്ള ഒരു നെക്സസ് രൂപപ്പെട്ട് കഴിഞ്ഞല്ലോ. അസീം മുനീർ എവിടെയാണ് എന്നുള്ള ചോദ്യം, പാകിസ്ഥാന്റെ പട്ടാള മേധാവി എവിടെയാണ് എന്നുള്ള ചോദ്യം തുടർച്ചയായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ ഏതാനും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അസീം മുനീർ പട്ടാളക്കാരെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങൾ. അത് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നിൽ എന്ത് ലക്ഷ്യമാണ് താങ്കൾ സംശയിക്കുന്നത്? അത് യഥാർത്ഥ ദൃശ്യമാണെന്ന് കരുതുന്നുണ്ടോ? പാകിസ്ഥാൻ ഇപ്പം നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ തന്നെയാണ്. അതായത് ചെയ്താൽ അത് അവർക്ക് തിരിച്ചടിയാകും, ചെയ്തില്ലെങ്കിൽ അത് വലിയ നാണക്കേടാകും എന്ന് പറയുന്ന ഒരു വലിയൊരു അവസ്ഥ, അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു നോൺ വയലന്റ് വാർ എന്നൊക്കെ പറയുന്ന സംഗതി നമ്മളങ്ങനെ പറയാറില്ല. എന്ന് വെച്ചാൽ അങ്ങനെ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ത്യ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ യുദ്ധം ഒരു ബുള്ളറ്റ് പോലും പായിക്കാതെ തന്നെ
ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ അതിൻ്റെ സൈനിക മേധാവിയെ പോലും ഒളിവിൽ പോകേണ്ട അവസ്ഥ നമ്മൾ കാണുന്നു. അവർ ഒളിവിലല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അവർക്ക് വന്നു ചേരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അത് അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അങ്ങനെ ഒരു വിജയമൊന്നും ഇല്ല, നിങ്ങളത് നുണ പറയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് വളരെ തെളിവുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് വ്യഗ്രത കാണിക്കുന്നത് എന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കും. പിന്നെ അതോടൊപ്പം തന്നെ മറ്റു ചില വാർത്തകൾ നമ്മൾ ശ്രദ്ധപ്പെട്ടത് സൈനികരായിട്ടുള്ള ആളുകൾ രാജിവെച്ച് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സൈനികപരമായിട്ടുള്ള ഒരു വലിയൊരു അസംതൃപ്തിയും അതുപോലെ ഒപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ നേതാക്കൾ അവർക്ക് കൊടുക്കുന്ന ഒരു മോറൽ ഒരു വാല്യൂ, ഇതുപോലുള്ള സംഗതികൾ അവർക്ക് കൊടുക്കുന്ന ധൈര്യം, ഇതൊന്നും തന്നെ അവർക്ക് പര്യാപ്തമല്ല. ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള യാതൊരു തരത്തിലുള്ള ഒരു കോൺഫിഡൻസും അവർക്ക് ലഭിക്കുന്ന ഒരു മൊറ അവിടെ ഇല്ല എന്നുകൂടിയൊക്കെ നമുക്ക് കാണുമ്പോൾ സത്യത്തിൽ ആ അവസ്ഥ ആലോചിച്ചിട്ട് ഒരു പരിതാപകരമായ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതേസമയം തന്നെ അവർ ഭയക്കുന്നത് സർജിക്കൽ സ്ട്രൈക്കാണ്. ബാലാക്കോട്ട് ആക്രമണത്തിൽ അത് അവിടെ ഭീകര ക്യാമ്പുകൾ തകർക്കുകയായിരുന്നുവല്ലോ ഇന്ത്യ ചെയ്തത്. സമാന രീതിയിൽ തന്നെ ഭീകരരെ അടവെച്ച് വിരിയിക്കുന്ന ക്യാമ്പുകൾ ഇന്ത്യ തകർക്കുമെന്ന പേടിയിൽ ഇപ്പോൾ പാക് അധീന കശ്മീരിൽ നിന്ന് ക്യാമ്പുകൾ മാറ്റുന്നു, ഭീകരരെ പാകിസ്ഥാനുള്ളിലേക്ക് മാറ്റുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അത് ശരിയാണെന്ന് ഇന്ത്യൻ ഇന്റലിജൻസും സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും പേടിക്കുകയാണല്ലോ ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്കിനെ. തീർച്ചയായിട്ടും അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ചെയ്യുകയാണെങ്കിൽ ആ കൂടി ചെയ്യാൻ പോകുന്ന കാര്യം അത് വളരെ മികച്ച രീതിയിൽ ചെയ്ത് തെളിയിച്ചിട്ടുള്ള കാര്യം ഈ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവരിന്ന് അവരുടെ സൈനിക താവളങ്ങളോ മറ്റുള്ളതിനെ ഒക്കെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള തീവ്രവാദികളെയാണെന്നും കൂടിയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നിരുന്ന ഇത്തരം തീവ്രവാദികളായിട്ടുള്ള ആളുകളെ അവരെയും കൂടിയും സംരക്ഷിക്കേണ്ട ഒരു വലിയൊരു അവസ്ഥ അത് അവിടെ ഉണ്ടെന്നും കൂടി നമുക്ക് അവിടെ കാണുന്നു. സർജിക്കൽ സ്ട്രൈക്ക് അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുള്ള പ്രിസിഷൻ ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ ഇസ്രായേലുമായിട്ടൊക്കെ നടത്തുന്ന ചർച്ചകളും അവരുടെ ആയുധങ്ങൾ കൈമാറുന്നതും ആയി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയിട്ടുള്ള ഈ പ്രിസിഷൻ അറ്റാക്ക് എന്ന് തന്നെ പേരിട്ട് വിളിച്ചിട്ടുള്ള സംഗതിയാണ്. അതായത് വലിയ ബോംബുകൾക്ക് പകരം ചെറിയ ബോംബുകൾ, അതായത് 15 കിലോ 20 കിലോ ഒക്കെ വരുന്ന ചെറിയ ബോംബുകൾ, അത് വളരെ പ്രിസിഷനോട് കൂടിയിട്ട് അത് വായിച്ചുകൊണ്ട് ഈ തീവ്രവാദികളെ പിൻ പോയിന്റ് ചെയ്ത് തീർക്കുന്ന ഒരു രീതി അത് ഇസ്രായേൽ പലതവണ അവിടെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഈ പറയുന്ന ഹമാസിന്റെ പല നേതാക്കളെയും തീവ്രവാദികളെയും കൊന്നുതള്ളിയെന്ന് ആ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ഇവിടെ ഉപയോഗിക്കാനുള്ള സാധ്യത അവർ ഭയക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇതുപോലെ ഹാഫിസ് സയ്യിദിനെ ഇങ്ങനെ ഈ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന മാതിരി ഇതേപോലെ കൊണ്ടു നടക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ നമുക്കത് പിടികിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വഴികൾ പോലും തേടിക്കൊണ്ട് ഇന്ത്യ ഇതിൽ പ്രിപ്പയർഡ് ആവുന്നത് കാണുമ്പോൾ അതൊരു മിലിറ്ററി മൈറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വാർഫെയറും കൂടിയായിട്ട് ഇവിടെ മാറുന്നു. അവിടെ ആസിം മുനീറിന് പാകിസ്ഥാൻ പട്ടാള മേധാവിക്ക് തന്നെയാണോ ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നുള്ള ഭയപ്പാട് പോലും ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ കുറച്ച് ദിവസങ്ങൾ ആസിം മുനീർ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. അതെ, തീർച്ചയായിട്ടും. ഇത് മടിയിൽ കനമുള്ളവന് പേടിയുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഈ തീവ്രവാദ പ്രവർത്തനം ഈ പഹൽഗാമിൽ നടത്തിയത് അതിൽ പങ്കുണ്ട് എന്ന് ആർക്കൊക്കെ തലയിൽ കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അവർക്കൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒളിച്ചും പാത്തും നടക്കുന്ന ആളുകളിലെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഇവർക്കെല്ലാം നേരിട്ട് പങ്കുള്ള ഒരു സംഗതി ആവാനാണ് സാധ്യത ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിൽ. അതുകൊണ്ടാണല്ലോ തുടക്കത്തിൽ അവർ തന്നെ പറഞ്ഞെന്താണ് ഇത് സ്വാതന്ത്ര്യ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണെന്നല്ലേ അവരെ വിശേഷിപ്പിച്ചത് പഹൽഗാമിൽ അറ്റാക്ക് നടത്തിയ ആളുകൾ. ഇപ്പൊ അതിൽ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പൊ അതിന്റെ കാരണം എന്ന് നമ്മൾ ആലോചിച്ചാൽ പോരെ? അല്ല, ബാക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നുള്ള നിലപാടിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് മാത്രമല്ല അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UN-ന്റെ പ്രമേയത്തിൽ നിന്ന് TRF-ന്റെ പേരെടുത്ത് മാറ്റുവാൻ ഞങ്ങൾ തന്നെയാണ് ശ്രമിച്ചത്, അതിൽ വിജയം കണ്ടുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ടെററിസ്റ്റ് ഫ്രണ്ട് അവരെ ഇപ്പോഴും ഓമനിച്ച് വളർത്തുന്നത് പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണല്ലോ അവിടെ നൽകുന്നത് ആരിഫ്. അതെ, ബാക്ക് ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ പടച്ചുണ്ടാക്കിയതാണ്, ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല എന്ന് പറയുന്നിടത്ത് എത്തുന്നു ചില ആളുകളെങ്കിലും. അവിടെ ആ ഒരു രീതിയിൽ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതൊരു ഭയപ്പാട് തന്നെയായിട്ടോ അല്ലെങ്കിൽ അവർ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം ഇപ്പൊ അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടോ ആയിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇതിനോടകം ഒരു തരത്തിലുള്ള സൈനിക നീക്കവും ഇതുപോലെ നടത്താതെ തന്നെ എത്ര ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഇതിനോടകം തന്നെ അവിടെ നേരിട്ടിട്ടുണ്ടാവുക, അതിന്റെ കണക്കുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഇത് സൈനികമായിട്ടുള്ള നീക്കം മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ എടുക്കാവുന്ന നീക്കങ്ങൾ. അതിൽ ഇതുപോലെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രഷേഴ്സും ഇന്റർനാഷണൽ പ്രഷറും എല്ലാം വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൂടി ഇന്നിപ്പോൾ പാകിസ്ഥാൻ അവിടെ നേരിടുകയാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് അവർ ഇതുപോലുള്ള ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വാദങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത്. ഇത് ഞങ്ങളല്ല, ഇത് ഇന്ത്യ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന അവസ്ഥ. അത് ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ പോലും അത് പറഞ്ഞു, അവരത് ഏറ്റു പറയുന്നു. ഇവിടുത്തെ കോൺഗ്രസ് ഒക്കെ പറഞ്ഞു വെച്ചത് തന്നെയാണ് അവർ പറയുന്നത് എന്നും കൂടി നമ്മളൊന്ന് ആലോചിച്ചു. നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഇപ്പോഴും പറയുന്നു എന്നുള്ളതാണ്. ശ്രീ സേനാപതി വേണു, കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ ഈ നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഇപ്പോൾ MP കൂടിയാണ്, ഛാനി, അദ്ദേഹം പറയുകയാണ് നേരത്തെ സർജിക്കൽ സ്ട്രൈക്കിൽ തനിക്ക് സംശയമുണ്ട്, അവിടെ തെളിവുകളില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ കേന്ദ്ര സർക്കാർ പറയുന്നതാണ് എന്ന്. ഈ പട്ടാളക്കാരുടെ മനോവീര്യത്തെ തകർക്കുന്ന ഇത്തരം പ്രസ്താവനകൾ വീണ്ടും വീണ്ടും കോൺഗ്രസ് ആവർത്തിക്കുകയാണല്ലോ. ഒരു നിയന്ത്രണവും നേതാക്കൾക്ക് മേൽ കോൺഗ്രസ് ഇല്ലാതാവുകയാണോ? രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ നാവാകുന്നു. ശ്രീ ചട്നി തന്നെ തന്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കുകയും താൻ ഉദ്ദേശിച്ചതല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞ് പിൻവലിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ തന്നെ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിട്ട് കുറച്ച് വിവാദമായതിനു ശേഷം അത് പിൻവലിച്ച പോലെ തന്നെയായി. അല്ല, അതിനകത്ത് കോൺഗ്രസ് പാർട്ടി വളരെ ഔദ്യോഗികമായി നിലപാട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലപാടിൽ തന്നെ പാർട്ടി നിൽക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന ഏത് തീരുമാനവും ആ തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് ഇപ്പം നമുക്ക് ആവശ്യം നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യമാണ്, ആ താല്പര്യത്തിനൊപ്പം നിൽക്കണം എന്നുള്ളതാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനവും. അതാണ് ഗവൺമെന്റിനൊപ്പം നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പം ഇന്നോ നാളെയോ ഇല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുന്നോ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കോ ഇതൊക്കെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു മിലിറ്ററി ഇഡിയമുണ്ട്, അത് മറ്റൊന്നുമല്ല, ഇഫ് യു വാണ്ട് പീസ് യു പ്രിപ്പയർ ഫോർ എ വാർ. നിങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ഇന്ത്യ ചെയ്യുന്നത്. അതൊരു മനഃശാസ്ത്രപരമായ സമീപനമാണ്. ഇവിടെ മുമ്പ് സംസാരിച്ച സി വേണുഗോപാലും സി ആരിഫും ഒക്കെ പറഞ്ഞതുപോലെ അവരെ ശത്രുവിനെ ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ദൗത്യം എന്ന് പറയുന്നത്. അത് പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, പാനി ഓർ ഖൂൺ ഏക് സാത്ത് നെയ് പായേഗ, ഇത് രണ്ടും ഒന്നിച്ചൊഴുകിയാലേ ഏതെങ്കിലും ഒന്നേ ഒഴുകുള്ളൂ എന്നുള്ളത്. അപ്പൊ കൃത്യമായ ഒരു സന്ദേശം പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സന്ദേശത്തിനനുസരിച്ച് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് തന്നെ ഞങ്ങൾ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നു, ഗവൺമെന്റ് എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ വർക്കിംഗ് കമ്മിറ്റിയുടെ കാര്യം ഇന്ന് BJP പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റി എന്നാണ്. CWC, അതായത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റി എന്നാണ് ഇന്ന് BJPയുടെ ആക്ഷേപം വന്നിരിക്കുന്നത്. അത് വെറുതെ അല്ല, കാരണം അത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്, നേതാക്കളുടെ ഭാഗത്തു നിന്ന്. അല്ല, അതൊക്കെ BJPയുടെ വ്യാഖ്യാനവും BJPക്ക് വ്യാഖ്യാനം ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഇപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ ഞങ്ങളൊരു വിവാദത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുവാനായി ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള സന്ദേശം കോൺഗ്രസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒറ്റപ്പെട്ട അഭിപ്രായ ഭിന്നതകളോ വ്യത്യാസങ്ങളോ ഒക്കെ ആരെങ്കിലും എവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതൊന്നുമല്ല, പാർട്ടിയുടെ ഔദ്യോഗികമായ നിലപാടുണ്ട് എന്ന് വളരെ കൃത്യമായി വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്ക് ഒപ്പവും ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, ഇന്നോ നാളെയോ യുദ്ധം പ്രഖ്യാപിക്കും എന്നൊന്നും നമുക്ക് കരുതാൻ പറ്റത്തില്ല. കാരണം ഒരു യുദ്ധത്തിന്റെ കെടുതി എന്ത് എന്ന് നമ്മളൊരു പക്ഷേ അതിർത്തിയിൽ നിന്ന് 4000-5000 കിലോമീറ്റർ ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ നമ്മൾ ഈ TV മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നത് കണ്ട് യുദ്ധം എന്ന്. ഞാനൊരു സൈനികനായതുകൊണ്ടും എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നേരിട്ട് കാണാൻ ഇടയായിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, ഒരു കരസേനയുടെ ഒരു യൂണിറ്റ് മൂവ് ചെയ്യണമെങ്കിൽ പരമാവധി ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നത് ഒരു 40 കിലോഗ്രാം ഞങ്ങളുടെ റൈഫിള്, എക്യുപ്മെന്റ്സ്, വാച്ചസ്, അതിൻ്റെ അകത്തുള്ള കാർട്രിഡ്ജ്, ഇതെല്ലാം കൂടെ ഒരു 40 കിലോ തൂക്കവുമായി ഒരു പട്ടാളക്കാരന് നടക്കാൻ പറ്റുന്ന ഒരു ദൂരം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ വരും? 10, 12, 14 കിലോമീറ്റർ വരെ. അപ്പോ ഈ അതിർത്തിയിലെ കുന്നും മലയും ഒക്കെ കയറി അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എന്താ പറഞ്ഞ നമുക്ക് വിവരിക്കാൻ പറ്റുന്നതല്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് കാണും, ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറഞ്ഞ അങ്ങ് നൌഷേറ മുതൽ ഇങ്ങോട്ട് അഖനൂർ ഇപ്പറെ വന്നു കഴിഞ്ഞാൽ റാൻ ഓഫ് കച്ച് വരെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കേണ്ടതായിട്ടൊക്കെ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയും അത് ആഗ്രഹിക്കുന്നില്ല, ലോകവും അത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്ന് പറയുന്നത് യുദ്ധമല്ല. ആ യുദ്ധത്തെക്കാൾ ഉപരി ഈ പറഞ്ഞതുപോലെ നമ്മുടെ ടാർഗറ്റ് വളരെ ചെറുതാണ്. എന്താണ് ടാർഗറ്റ്? ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 4 അല്ലെങ്കിൽ 5 ഭീകരന്മാർ, ഈ ഭീകരന്മാരെ
ഇവിടെ എത്തിച്ചിരിക്കുന്നത് ആരാണ്? അവർ ചിലപ്പോൾ 10, 20 ഇല്ലെങ്കിൽ 10, 40 പേര് കാണും. അപ്പോൾ ഒരു 100 പേരോ 150 പേരോ ഉള്ള ഒരു ടാർഗറ്റിലേക്ക് ഒതുങ്ങി ആ ടാർഗറ്റിനെ എന്താ പറഞ്ഞ അപ്രോച്ച് ചെയ്ത് അതിനപ്പുറത്തേക്ക് ഉണ്ട് എങ്കിൽ അതിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി മഞ്ജുഷ, ഞാൻ ഈ ഒരു ആക്രമണം ചിലപ്പോൾ നമുക്ക് അതൊരു മുന്നറിയിപ്പാണ്. അത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ ബോർഡറുകൾ കംപ്ലീറ്റ് സീല് ചെയ്തുകൊണ്ട് ആരെങ്കിലും തീവ്രവാദികൾ രാജ്യത്തിനകത്തുണ്ടെങ്കിൽ അവനെ ഒന്നുകിൽ പുറത്ത് ചാടിക്കോ അല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇനി ഒരു ഘട്ടത്തിലും ഒരു ഇൻഫിൽട്രേഷൻ, ഒരു നുഴഞ്ഞു കയറ്റം ഈ രാജ്യത്തേക്ക് ഉണ്ടാവില്ല എന്ന രീതിയിൽ നമ്മുടെ അതിർത്തികൾ കംപ്ലീറ്റ് സീൽ ചെയ്ത് രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു എന്താ പറഞ്ഞേ നമുക്ക് അതിനുള്ള ഒരു അവസരമായി പക്ഷേ ഇവിടെ NIA-യുടെ അന്വേഷണത്തിൽ തെളിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിനകത്തു നിന്ന് പോലും വിഘടനവാദ ശക്തികളുടെ പിന്തുണ ഈ ഭീകരാക്രമണത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതും ഗൗരവപൂർണമായ കാര്യം തന്നെയാണ്. അവരെല്ലാം വേരോടെ പിഴുതെടുക്കണമല്ലോ. അവർക്ക് പിന്നിൽ ആരുണ്ട് എങ്കിലും അവരെല്ലാം വേരോടെ പിഴുതെടുക്കണം. ഈ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരായോ വിരുദ്ധമായോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ എതിര് നിൽക്കുന്ന മുഴുവൻ ശക്തികളെയും കണ്ടെത്തി അവരെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അവസരം കൂടിയായിട്ട് വേണം ഇതിനെ കരുതാനായിട്ട്. അപ്പം നമുക്കിപ്പോ ആവശ്യം യുദ്ധമല്ല, മറിച്ച് ഈ ഒളിത്താവളങ്ങളിൽ ഇരുന്ന് ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശക്തികളെ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക, അതല്ല എങ്കിൽ അവരെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഭീകരരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ദൗർബല്യമായി മാറിയിട്ടുമുണ്ട്. ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് ഭീകരർ കടന്നിട്ടുണ്ടാവാം എന്നുള്ള സംശയമാണല്ലോ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. അതനുസരിച്ച് കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധനയും നടത്തി. അത് ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഭീകരർ ഇതുവരെ പിടിയിലായിട്ടുമില്ല. പ്രിന്റു, അല്ല മഞ്ജുഷ, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ കശ്മീരിൽ 2-3 വർഷം സർവീസ് ചെയ്ത ഒരാളാണ്. ജനസംഖ്യ ചിലപ്പോൾ 10-60 ലക്ഷം ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിന്റെ 3-4 ഇരട്ടി വലിപ്പം ഭൂവിസ്തൃതിയിൽ കിടക്കുകയാണ്. അവിടെ ഒരു സൈനിക യൂണിറ്റോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ വളഞ്ഞ് അത്ര പെട്ടെന്നൊന്നും ഇവരെ കണ്ടെത്താൻ ഈ പൈൻമരക്കാടുകൾ, അതുപോലെ തന്നെ മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശങ്ങൾ, ഇവരെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള നമുക്കറിയാം പഹൽഗാം ആക്രമണം നമ്മൾ ഓരോ ഇന്ത്യക്കാരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിനേറ്റിട്ടുള്ള വലിയൊരു മുറിവാണ്. സ്വാഭാവികമായിട്ട് ഈ ഭീകരവാദ സംഘടനയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും കണ്ടെത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ മിലിറ്ററിയും NIA-യും ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം കാശ്മീരിൽ തന്നെ 2500-ഓളം പേരെ സ്വാഭാവികമായി അന്വേഷണം നടന്നു. അതിൽ 150-ഓളം പേര് NIA കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ചില ഊഹാപോഹങ്ങളാണ് നമ്മുടെ ശ്രീലങ്കയിലേക്ക് കടന്നു എന്നുള്ള ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ പോലും കൃത്യമായിട്ടുള്ള നമ്മൾ അവരെ കൃത്യമായി സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണമാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഈ മതഭീകരവാദ സംഘടനകളെ, ഈ വംശഹത്യ ഉന്മൂലന സിദ്ധാന്തം ഇറങ്ങി തിരിച്ചിട്ടുള്ള ഇസ്ലാമിക മതഭീകരവാദ ശക്തികളെ അവസാനത്തെ ഭീകരവാദിയെ കണ്ടെത്തി അവനെ ഈ നമ്മൾ പറഞ്ഞ 0 ബ്ലാങ്ക് പോയിന്റിനകത്തിന് വെട്ടിവെച്ച് കൊല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നപ്പോഴും നമ്മൾ ശാന്തിയും സമാധാനമാണ് കാക്ഷിച്ചത്. പക്ഷേ നമ്മൾക്ക് ശാന്തിയും സമാധാനവും കിട്ടണമെങ്കിൽ നമുക്കറിയാം നമ്മൾ ഭീകരവാദികളെ പേടിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. നേരത്തെ സൂചിപ്പിച്ചതില്ല, ഇങ്ങനെ ഭീകരവാദികളെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതല്ല. ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട മുഴുവൻ ആളുകളെ മുടിച്ചാൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള സമാധാനം ഈ രാജ്യത്തുണ്ടാവുകയുള്ളൂ. കാരണം ഈ ഭീകരവാദ ശക്തികൾ അത്രമാത്രം ശക്തരാണ്. അത് നമുക്കറിയാം, അത് രാജ്യത്തിനകത്തുമുണ്ട് പുറത്തുമുണ്ട്. അന്ന് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ പല ആളുകളുടെയും പ്രസ്താവനയൊക്കെ കേട്ടുകഴിഞ്ഞാൽ തന്നെ ഈ ഭീകരവാദികൾക്ക്, ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നൽകുന്നത് ഈ കോൺഗ്രസിന്റെയും ഇവിടുത്തെ അർബൻ ടെക്സ്റ്ററുകളായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ നമുക്കറിയാം, കാശ്മീർ മാംഗോ ആസാദി എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചത് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ക്യാമ്പസുകളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള സ്ലീപ്പർ സെല്ലുകൾ അടക്കം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ കൃത്യമായി കണ്ടെത്തി അത് ഇനിയിപ്പോ ഇവർ ഏത് ഹൂറികൾക്കിടയിൽ പോയിട്ട് ഒളിച്ചാൽ പോലും അവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ നിഷ്കാസനം ചെയ്യുമെന്ന് ഇവിടെ സേനാപതി വേണു പറഞ്ഞത് അത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാടല്ല, ചില നേതാക്കളുടെ നിലപാടാണെന്നാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രിയും MP-യുമായ ഛനി തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് തിരുത്തി എന്നുള്ളതാണ് ന്യായം. അല്ല, തിരുത്തുന്നതല്ലോ. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളുടെയും പ്രസ്താവന നോക്കൂ. രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉണർത്തിക്കൊണ്ട് നമ്മൾ ഈ പാക് അധീന കാശ്മീരിൽ കൊണ്ടുപോയിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അതിന് തെളിവ് ചോദിച്ചത് രാഹുൽ ഗാന്ധിയാണ്.
ഈ രാജ്യം വലിയൊരു കൃത്യം ചെയ്തുകൊണ്ട് നമ്മുടെ സൈനികരെ അഭിനന്ദിക്കേണ്ടതിന് പകരം അവരെ അപഹസിക്കാൻ നോക്കിയത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ലക്ഷർ തൊഴിലേക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ സേനാപതി വേണു സാറിനെ പോലെയുള്ള ആളുകൾ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരായതുകൊണ്ടും അല്ലെങ്കിൽ മിലിറ്ററി അധ്യാപകരായതുകൊണ്ടും അദ്ദേഹത്തിനോട് രാജ്യസ്നേഹം ഉണ്ടാകാം. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോ ഇവിടുത്തെ അർബൻ നക്സലുകളെ പോലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ സിദ്ധരാമയ്യയുടെ പ്രസ്താവന എന്തായിരുന്നു? കോൺഗ്രസിന്റെ എംപിമാരുടെ പ്രസ്താവന എന്തായിരുന്നു? AICCക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം, നിങ്ങൾ ഭീകരവാദികളുടെ കൂടെ നിൽക്കരുത് എന്ന് പറയാനുള്ള ഒരു ലെറ്ററിനകത്ത് അടിച്ചുകൊണ്ട് അവർക്ക് സർക്കുലർ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുന്നു. അപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? അപ്പൊ നോക്ക്, നമ്മുടെ നാടിനകത്തുമുള്ള ഇത്തരത്തിലുള്ള ശക്തികളെ കണ്ടെത്താനും തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത്. ഇപ്പൊ നോക്ക്, സൈനിക ഹാഫിസ് സൈദിനൊക്കെ 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പൊ ലാഹോറിനകത്ത് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? പാക് അധീന കാശ്മീരിൽ മാത്രമല്ല ലാഹോറിലും കറാച്ചിയിലും വന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ മാത്രം ശക്തമാണ് ഇന്ത്യൻ സൈന്യ. അതിനുള്ള ചങ്കൂറ്റമുണ്ട്, അതിനനുസൃതമായ നേതൃത്വമുണ്ട്. ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് അല്ല, നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യം പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കും പാകിസ്ഥാനിലെ പ്രസിഡന്റിനും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്കും പാകിസ്ഥാനിലെ സൈനിക മേധാവിക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പേടിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ നയതന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു പക്ഷത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ വളയുന്നു നമ്മള്. അങ്ങനെയാണല്ലോ, ശ്വാസം മുട്ടിച്ച് കൊല്ലേണ്ട ഒരു രീതിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, അവിടുത്തെ സർവ്വസാധാരണക്കാരായ ആളുകളെ ഇപ്പൊ നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ മോഡൽ നടത്തുന്ന ഒരു അറ്റാക്ക് ഉണ്ട്. അതായത് ഭീകരവാദി എവിടെയാണെന്ന് പോയി കണ്ടെത്തി അവന്റെ മടയിൽ ചെന്ന് ഭീകരവാദിയെ കൊല്ലുന്ന ഒരു ശേഷിയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കും സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവുക. അല്ലാതെ നമ്മുടെ മുൻ യുദ്ധങ്ങളെ പോലെ തന്നെ ഇപ്പൊ നോക്കൂ, യുദ്ധങ്ങളുടെ ഒക്കെ ചരിത്രം ഇന്ത്യയും പാകിസ്ഥാനും നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നും ഒരു കാലഘട്ടത്തിലും പാകിസ്ഥാൻ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാന് ശക്തി പലപ്പോഴും പകർന്നു നൽകുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചില പ്രസ്ഥാനങ്ങളാണ്, ചില സ്ലീപ്പർ സെല്ലുകളാണ്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ നോക്കൂ, ഈ അന്വേഷണത്തിനകത്ത് കൃത്യമായിട്ട് പാകിസ്ഥാനിലെ 2 പൗരന്മാർ അതിനകത്ത് പങ്കാളികളാണ്. ആ പൗരന്മാർ പങ്കാളികളാകുമ്പോഴും ISIയുടെ ബന്ധം ഇതിനകത്ത് കൃത്യമായി വരുമ്പോഴും ലഷ്കർ ഇ തൊയ്ബയുടെ ബന്ധം വരുന്ന സമയത്തും ഇവിടെ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് കളിക്കാനാണ് ഇവിടെ കോൺഗ്രസ്സുകാർ തയ്യാറാവുന്നത്. അപ്പൊ നോക്കി, ഇത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഇത് പാകിസ്ഥാൻ എന്ന് പറയുന്ന മതഭീകരവാദ രാജ്യത്തിനും മതഭീകരവാദികൾക്കും ഇനി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രദേശത്തും ഒരു സ്ഥലത്തും ഏതെങ്കിലും ഈ രീതിയിലുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളെ വന്ന് അതിനിഷ്ഠൂരമായി കൊള്ളുന്ന വംശഹത്യക്ക് ശരി ശരി ശ്രീ മിഥുൻ വിജയകുമാർ, ഈ സ്ലീപ്പർ സെല്ലുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിലും ഉണ്ട് എന്നുള്ള രീതിയിലാണ് NIAയുടെ അന്വേഷണം പോകുന്നത്. ഇതിപ്പോൾ തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറായി നിൽക്കുന്ന ഈ ഘട്ടത്തിലും ഈ സ്ലീപ്പർ സെല്ലുകൾ പല രീതിയിലും പ്രവർത്തിച്ച് പാകിസ്ഥാൻ അനുകൂല നിലപാടിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. താങ്കളും അതിനോട് യോജിക്കുകയാണോ? നോക്കൂ, ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ഇന്റലിജൻസ്, അവർ അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത്. അപ്പൊ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെങ്കിൽ അവർ കണ്ടെത്തും, അതിനു വേണ്ടിയിട്ടുള്ള നടപടി അവർ സ്വീകരിക്കും. നമുക്കൊരു പക്ഷേ അതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഇപ്പോൾ ഇല്ല. ബട്ട് ഇവിടെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ചില ശക്തികൾ, ഇപ്പം സേനാപതി വേണു പറഞ്ഞു അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു ഇതിനു മുമ്പ്. സോ ഞാൻ അഖ്നൂറിലാണ് ആക്ച്വലി പഠിച്ചത്. എന്റെ സ്കൂളിംഗ് ഒക്കെ അഖ്നൂറിലാണ് കഴിഞ്ഞത്. അഖ്നൂറിൽ നടന്നിട്ടുള്ള പല അറ്റാക്സും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ആർമിയുടെ ഒരു EME ക്യാമ്പ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഞങ്ങളുടെ ഒരു ഹാഫ് ഇയർലി എക്സാമിന്റെ സമയത്താണ്. രാവിലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഗൺ ഷോട്ട്സ് കേൾക്കുന്നത്. എന്റെ അച്ഛൻ കാർഗിൽ വാറിൽ പങ്കെടുത്ത ആളാണ്. ഉറി സെക്ടറിലും ബാരാമുള്ളയിലൊക്കെ സെർവ് ചെയ്തതാണ്. ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ പരാക്രമിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെ അന്നത്തെ മിലിറ്ററി കേപ്പബിലിറ്റി അല്ല ഇപ്പോഴത്തെ മിലിറ്ററി കേപ്പബിലിറ്റി. അദ്ദേഹം പറഞ്ഞത് ഈ എന്താ പറയുക, ആർമിയുടെ മൂവ്മെന്റ് അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ടോ എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെയധികം മിലിറ്ററി ആൻഡ് ഡിഫൻസ് കേപ്പബിലിറ്റിയിൽ പാകിസ്ഥാനെക്കാട്ടും ഒരുപാട് പടി മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം നമ്മുടെ മിലിറ്ററി കേപ്പബിലിറ്റീസിനൊന്നും നമുക്ക് ആർക്കും ഇവിടെ സംശയമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ അകത്തുനിന്ന് വരുന്ന ചില ശബ്ദങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് രാജ്യത്തോടൊപ്പമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടെ സൈഫുദ്ദീൻ സോസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുൻ മന്ത്രിയും ജമ്മു കാശ്മീരിൽ നിന്നുള്ള MP-യുമായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന്. എന്തുകൊണ്ട് പാകിസ്ഥാനെ വിശ്വസിച്ചുകൂടാ എന്നാണ് സൈഫുദ്ദീൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിജയ് വഡെത്തിവാർ, അദ്ദേഹം MLA ആണ്, ഈ പറഞ്ഞ പോലെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു കോൺഗ്രസിന്റെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ എങ്ങനെയാണ് ഇത്ര സമയം കൊണ്ട് ഇവിടെ വന്ന് മതമൊക്കെ വെരിഫൈ ചെയ്ത്, അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് എങ്ങനെയാണ് മതമൊക്കെ വെരിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുക, ഇതിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
പിന്നെ നമ്മുടെ കേരള കോൺഗ്രസിന്റെ ഒരു പോസ്റ്റാണ് പാകിസ്ഥാനിലെ പല പ്രമുഖരും ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഫവാദ് ഹുസൈൻ ചൗധരി എന്ന് പറയുന്ന ഒരു അവരുടെ മിനിസ്റ്റർ തന്നെ നമ്മുടെ കേരള കോൺഗ്രസിന്റെ പോസ്റ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ എന്താ പറയുക ഡിഫൻസ് എടുക്കുന്നത്. അപ്പം അവർക്ക് ഡിഫൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് ഡിഫൻസ് എടുക്കാനുള്ള മെറ്റീരിയൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിന്റെ പല ആളുകളും സപ്ലൈ ചെയ്യുന്നു. അപ്പം എന്താ പറയുക, വളരെ സർഫേസ് ലെവലിൽ ഞങ്ങൾ എന്താ പറയുക രാജ്യത്തോടൊപ്പം നിൽക്കുന്നു, ഞങ്ങളുടെ പൊസിഷൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് ഇവരുടെ പല അക്കൗണ്ടുകളിൽ നിന്നും പാകിസ്ഥാന് വേണ്ട മെറ്റീരിയൽ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കരുത് എന്നൊരു ചെറിയ അപേക്ഷ എനിക്ക് കോൺഗ്രസിനോടുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ പാകിസ്ഥാനെ നമ്മൾ നേരിടുന്നത് ഒരു സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റിയിലൂടെയാണ്. കാരണം അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇപ്പൊ പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ സൈലൻസ് അവർക്ക് ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റീസ്, അവരുടെ മിലിറ്ററി റിസോഴ്സസ്, അവരുടെ ഈ പറഞ്ഞ പോലെ ഫുള്ളി ഡ്രെയിൻ ഔട്ട് ആവുകയാണ് അവർ. എന്താ ഇന്ത്യ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു അൺസർട്ടനിറ്റി അവരെ ഒരു കോൺസ്റ്റന്റ് അലേർട്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സൈലൻസ്, നമ്മുടെ സൈലൻസ് അവർക്ക് മേലൊരു സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ മിലിറ്ററി പ്ലാനേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അറിയില്ല എന്താ ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്ത്യ ബാലാക്കോട്ട് നടത്തിയിട്ടുണ്ട്, സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അപ്പൊ സർപ്രൈസ് റിറ്റാലിയേഷൻ നമ്മൾ നടത്തിയ ഒരു ചരിത്രം നമുക്കുണ്ട്. ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന പ്രഡിക്ഷൻ മാത്രമാണ് അവർക്കിപ്പം നടത്താൻ പറ്റുന്നത്. അത് അവർക്ക് ഉണ്ടാക്കുന്ന നഷ്ടം തന്നെ വളരെ വലുതാണ്. കാരണം അത് അവരുടെ മിലിറ്ററി റിസോഴ്സിനെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്യാണ്. കാരണം അവർ പല എന്താ പറയുക ഏരിയാസിലും സ്ട്രാറ്റജിക് റീപൊസിഷനിങ് നടത്തുന്നുണ്ട്, പല എന്താ പറയുക ടെസ്റ്റുകളും നടത്തുന്നുണ്ട്, പല ഏരിയാസും വെക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും ഇന്ത്യ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇന്ത്യ എപ്പോൾ സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. പിന്നെ ഇതിന്റെ ഒരു ഗ്ലോബൽ ഒപ്റ്റിക്സും വലുതാണ്. കാരണം ഇന്ത്യ പൊസിഷൻ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ഫോഴ്സ് ആയിട്ടാണ്. നേരെ മറിച്ച് പാകിസ്ഥാന്റെ ഒരു ഗ്ലോബൽ പൊസിഷൻ ഇപ്പോൾ വളരെ പാനിക്ഡ് ആയിട്ട്, വളരെ അഗ്രസീവ് ആയിട്ട് പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ്സ് അവർ പറഞ്ഞത്. തുടക്കത്തിൽ ഖ്വാജ ആസിഫ് പറഞ്ഞ, താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ വളരെ അഗ്രസീവ് ആയിട്ട് ഇവിടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി അവർ റദ്ദാക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും, രക്തപ്പുഴകൾ ഒഴുകും എന്ന് പറഞ്ഞ ഖ്വാജ ആസിഫ് ഇപ്പൊ പറയുന്നത് അള്ളാഹു ഒരു യുദ്ധം ഒഴിവാക്കട്ടെ എന്ന സ്വരത്തിലേക്കൊക്കെ അദ്ദേഹം മാറിക്കഴിഞ്ഞു. അതേപോലെ തന്നെ അതേസമയം പാകിസ്ഥാനിൽ ഉള്ളിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഇന്ത്യയുടെ ഈ ഒരു സൈലൻസ് ആണ് പാകിസ്ഥാനെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. കാരണം അവരുടെ തന്നെ നേതാക്കൾ ഖ്വാജ ആസിഫിനെ പോലുള്ള, ബിലാവൽ ഭൂട്ടോവിനെ പോലുള്ള ആളുകൾ സമ്മതിച്ചു കഴിഞ്ഞു നമ്മൾ ഒരു സമയത്ത് തീവ്രവാദത്തിന്റെ സ്പോൺസറേഴ്സ് ആയിരുന്നു, അതായത് വെസ്റ്റിനുള്ള സബ് കോൺട്രാക്ടേഴ്സ് ആയിരുന്നു എന്ന രീതിയിലാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. ബിലാവൽ ഭൂട്ടോ പറഞ്ഞു നമുക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവരവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളും ഇതിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ സമ്മതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് മേൽ ഒരു വലിയ ഒരു ഫിനാൻഷ്യൽ സാങ്ഷനിങ്ങും അല്ലെങ്കിൽ ഗ്ലോബൽ പവേഴ്സ് ഇവരെ നോക്കിക്കാണുന്ന രീതിയും ഒക്കെ മാറാൻ പോവുകയാണ്. അപ്പം ഓൾറെഡി ഇന്ത്യ ഒരു പ്രഷർ അവിടെ ഇട്ട് കഴിഞ്ഞു ഡിപ്ലോമാറ്റിക്കലി. അത് ഒരു എക്കണോമിക് പ്രഷറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിലിറ്ററി റെസ്പോൺസ് എന്താണെന്ന് ഇപ്പൊ അറിയില്ല. അത്ര മാത്രമേ അവിടെ ഈ ഒരു സമയത്തുള്ളൂ. മാത്രമല്ല അവരുടെ ഡിഫൻസ് കേപ്പബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരിപ്പോ എന്താ പറയുക, അവരുടെ അബ്ദാലി 1 മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ ഇപ്പൊ ടെസ്റ്റ് ചെയ്തു. പക്ഷെ അബ്ദാലി 1നെ കുറിച്ച് അവരുടെ തന്നെ ഡിഫൻസ് എക്സ്പേർട്സ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അതിന്റെ ഒരു ഈ അക്യൂറസി മെഷർമെന്റ് ബേസിക്കലി സർക്കുലർ എറർ പ്രോബബിൾ എന്നൊരു മെട്രിക് വെച്ചുകൊണ്ടാണ് ചെയ്യുക. അതിൽ പലപ്പോഴും ഡിഫൻസ് എക്സ്പേർട്സ് തന്നെ പറഞ്ഞത് ഇതിനൊരു എന്താ പറയുക പ്രിസിഷൻ ഡ്രിവൻ വാർഫെയർ എൻവയൺമെന്റിൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു മിസൈലാണ് എന്ന് പലരുടെ അഭിപ്രായമുണ്ട്. അപ്പൊ അവരിപ്പം മിസൈൽ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ടേ പോലും അതൊരു പക്ഷേ അവരുടെ എന്താ പറയുക എക്യുപ്മെന്റ്സും ഈ വാർഫെയർ അമ്യൂണിഷൻ ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷനിലാണോ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അപ്പൊ പാകിസ്ഥാൻ ആസ് സച്ച് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയോട് റെസിസ്റ്റ് ചെയ്യാൻ പോലുള്ള ഒരു സ്ട്രെങ്ത് പാകിസ്ഥാനില്ല. കാരണം ഫിനാൻഷ്യലി അവർ വളരെ തകർന്നിരിക്കുന്ന, എക്കണോമിക്കലി അവർ വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ പോലെ എയ്ഡ്സിലൂടെ മാത്രം എന്താ പറയുക ഫിനാൻഷ്യൽ എയ്ഡിലൂടെ മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ലോൺ എടുത്ത് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ പോകാൻ പോകുന്നത്. അപ്പൊ ഒരിക്കലും പാകിസ്ഥാന്റെ ഒരു പൊസിഷൻ ഇപ്പോഴത്തെ ഇന്ത്യ ആക്രമിക്കരുത് എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. പക്ഷേ വാക്കുകൾ കൊണ്ട് അവര് ഞങ്ങൾക്കും ഇന്ത്യയോടൊപ്പം ശക്തിയുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ചില കസർത്തുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ വേണുഗോപാൽ, എന്താണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എപ്പിസോഡ്? ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു എന്ന രീതിയിലുള്ള അവകാശവാദം പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. അത് ഇന്ത്യ പല പരീക്ഷണ പറക്കലുകളും നമ്മുടെ കപ്പൽ സേനയുടെ ഒരു മുന്നേറ്റമൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് മറിച്ച് കാണിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിലാണ് അവർ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു പ്രകടനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ വരുമ്പോൾ ഇന്ത്യ ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയാനും കൂടെ ഒരു സൂത്രമാണ്. അത് ഇന്ത്യയും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു റാഫേൽ വിമാനം ബോർഡറിൽ കൂടെ പോകുമ്പോൾ പാകിസ്ഥാൻ എത്രത്തോളം എക്വിപ്ഡ് ആവും, അവിടെ എന്തൊക്കെയാണ് അവർ പ്രതിരോധത്തിലേക്ക് നീങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് ഒരു മുൻകരുതലാണ്. അതുപോലെ അവരും ചില തന്ത്രങ്ങൾ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യ കാണിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏതൊക്കെ എയർ ഷോകൾ നടക്കുമ്പോഴും അവർ നോക്കുന്നത് ഇതൊക്കെ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അവർ ഇപ്പോൾ വിട്ടിരിക്കുന്ന വെറുമൊരു
വെടിക്കോപ്പ് മാത്രമാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ. അത് ഒന്നും ഒരിടത്തും ഫലപ്രദമാകില്ല. ഇന്ത്യയിൽ അതിൻ്റെ 10,000 ഇരട്ടി പ്രഹരശേഷിയുള്ള സാധനം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഭയങ്കരമായ പ്രഹരശേഷിയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് പാകിസ്ഥാന് നല്ലപോലെ അറിയാം. പാകിസ്ഥാൻ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഈ ഒരു യുദ്ധത്തിൽ പോകാതെ ഇതെങ്ങനെയെങ്കിലും ഒരു സമാധാന ചർച്ചയിൽ അവസാനിക്കണം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. പക്ഷേ അവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇന്ത്യ എവിടെയെങ്കിലും അടിച്ചിരിക്കും. ഒന്ന് തീവ്രവാദ കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്തവണ മിലിറ്ററിയും കൂടെ ചേർത്ത് ചില മിലിറ്ററി ബേസുകളിൽ ഒരു സഡൻ അറ്റാക്ക് ഉണ്ടാകും എന്നവർക്ക് ഏതാണ്ട് പൂർണ്ണ ബോധ്യമാണ്. അതിൽ അവർ വളരെ ഖിന്നരാണ്. ഇത് ഏത് വഴിയേ വരും എന്നുള്ളത് മാത്രമേ അവർക്കിപ്പോൾ സംശയമുള്ളൂ. കടലിൽ കൂടെ വരുമോ കരയിൽ കൂടെ വരുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് അവർ നിൽക്കുന്നത്. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് അത് പാകിസ്ഥാനെ കുഴപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തുടർച്ചയായിട്ട് ആ കരാർ, സിന്ധു നദീജല കരാർ ബേസ് ചെയ്താണ് ഈ കാര്യങ്ങൾ പാകിസ്ഥാൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഖ്വാജ ആസിഫ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. സിന്ധു നദീജല കരാർ അത് ഇന്ത്യക്ക് തിരിച്ചടിക്കുമെന്ന രീതിയിലാണ്. അപ്പോൾ അവിടെയും ബേസ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്, സിന്ധു നദീജല കരാറാണ്. അതിന് കാരണം പാകിസ്ഥാനിലെ ജനത വളരെ ഭീതിയുടെ അവസ്ഥയിലാണ്. കാരണം തങ്ങൾക്ക് ജലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ തന്നെ വിലക്കയറ്റം ഏപ്രിൽ 22-ന് ഉണ്ടായിരുന്ന അതിൻ്റെ 4 ഇരട്ടി വില ഗോതമ്പിനും ഒക്കെ വരുന്ന സാഹചര്യം അവിടെ വന്നിരിക്കുകയാണ്. വൻതോതിൽ പൂഴ്ത്തിവെപ്പ് ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഭക്ഷണം ലഭിക്കില്ല എന്ന് വെച്ച് പൂഴ്ത്തിവെക്കുന്ന അവസ്ഥ. POKയിൽ തന്നെ മിലിറ്ററി തന്നെ പറഞ്ഞിരിക്കുകയാണ് വേണ്ടത്ര ഭക്ഷണം കരുതി വെച്ചോളൂ എന്ന്. അപ്പോൾ ഇതൊക്കെ വളരെ പാനിക്കാക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ജലം കൂടെ കിട്ടില്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ജനത പൂർണ്ണമായും ഈ മിലിറ്ററിക്കെതിരെയും ഈ ഗവൺമെൻറ്റിനെതിരെയും തിരിയുമെന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം. അതൊരു ആഭ്യന്തര പ്രശ്നത്തിൽ ഇപ്പോൾ തന്നെ ആഭ്യന്തര പ്രശ്നമാണ്. 3-4 പീസുകളായിട്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബലൂചിസ്ഥാൻ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ബാൾട്ടിക് റീജിയനിലാകട്ടെ എല്ലായിടത്തും നമ്മുടെ POKയിൽ പോലും പ്രശ്നങ്ങൾ നിൽക്കുന്ന സാഹചര്യമാണ്. ഇത് അവരെങ്ങനെ പ്രതിസന്ധിയിൽ നിന്ന് നേരിടും, അതെങ്ങനെ മറികടക്കും എന്നുള്ളതിൻ്റെ ഒരു ആദ്യ പാഠമായിട്ടാണ് അവർ ഇന്ത്യയിലൊരു ഏപ്രിൽ 22 നടത്തിയ ഒരു മിന്നലാക്രമണം, ഭീകരാക്രമണം. ആ ഭീകരാക്രമണം വരുമ്പോൾ ഇന്ത്യ രണ്ടായി തിരിയുമെന്നും 2 നേഷൻ തിയറിയിലേക്ക് ഇന്ത്യ പോകുമെന്നാണ് അവർ വിചാരിച്ചെങ്കിൽ ഇന്ത്യയിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് പോകുന്ന ഒരു സാഹചര്യം, അതിനുള്ള ശ്രമങ്ങൾ അവർ വീണ്ടും നടത്തുന്നുണ്ട്. ശ്രീ ആരിഫ് ഹുസൈൻ, സെനറ്ററുടെ പ്രസ്താവന തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. ബാബറി മസ്ജിദ് എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ അസീം മുനീർ, പാകിസ്ഥാന്റെ പട്ടാള മേധാവിയുടെ പങ്കാളിത്തം ബാബറി മസ്ജിദ് ഉയർത്തുമ്പോൾ അവിടെ ആദ്യം വരുന്നത് അല്ലേ അസീം മുനീർ ആയിരിക്കും എന്ന രീതിയിലുള്ള പ്രസ്താവനകളും വരികയാണ്. അപ്പോൾ എന്താണോ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഈ ഭീകരരുടെ വാക്കുകളിലൂടെ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ, അത് തന്നെ ഇപ്പോൾ പാക് സെനറ്റർമാരുടെ വായിൽ നിന്നും വരികയാണല്ലോ ശ്രീ ആരിഫ് ഹുസൈൻ. അതെ, അവിടെയാണ് നമ്മൾ ഈ മതഭീകരത എന്ന് പറയുകയും അത് ഏത് മതം എന്നൊക്കെ പറയേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെയാണ്. ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാധനത്തോട് കൂടിയിട്ടാണ്. നമ്മൾ അതിനെ അണ്ടർപ്ലേ ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ്, അത് സിംഗപ്പൂരിൽ നിന്നുള്ള അവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അത് അവരുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ മൈനോറിറ്റി പൊളിറ്റിക്സ്, ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഒക്കെ എങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർണിംഗ്, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മതങ്ങൾക്കും എന്നുള്ള രീതിയിൽ ഈ ഇസ്ലാമിക ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ആൾ പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണുകയാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തെ ഇതുപോലെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു വിഷയമാക്കി ഈ വശം പറയാതെ, ഇതിലെ യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ച് പറയാതെ ഒളിപ്പിച്ച് നിർത്തുന്നതിന് വഴിവെച്ചത് എന്താണ്? അത് ഇതേ സാധനം തന്നെയാണ്, ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ്. അതൊരു വലിയ വിഷയമാണത്. നമ്മൾ ഇനിയെങ്കിലും അത് അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. പാകിസ്ഥാനിലുള്ള ഓരോ ആളും ഇത് പറയുന്നു. അവരിവിടെ പറയുന്നു യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ബാബറി മസ്ജിദിൽ ആദ്യത്തെ കല്ല് ഞങ്ങളിടും എന്ന് പറയുമ്പോൾ അവിടെയുള്ള അമ്പലം പൊളിച്ചിട്ട് അത് ചെയ്യുമെന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സംഗതി എന്താണ് എന്ന് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ അതിനെ നമ്മൾ സ്വീകരിക്കണം, ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കണം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു സമൂഹം അതിൽ മൗനമായിട്ടിരിക്കുമ്പോൾ അതൊരു പ്രശ്നമാണെന്നാണ് എന്നെപ്പോലുള്ള ആളുകളൊക്കെ കാണുന്നത്. കാരണം ഇതിന്റെ വിഷയം നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തികൾ കൂടിയാണ്. കാരണം ഇതിൽ ജീവിച്ച ആളുകളായതുകൊണ്ട് അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും. ഈ ഗസ്വായി ഹിന്ദൊക്കെ ചർച്ചയാക്കുന്ന അവിടെയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം കലാപം എന്നുള്ളതാണ്. പക്ഷെ അതിനെ നമ്മൾ മറികടന്നിട്ടുണ്ട്, നമ്മൾ മറികടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന, അവരുടെ പേരെന്താണ്, പൽവഷ മുഹമ്മദ് സായി ഖാൻ. അവർ പാകിസ്ഥാൻ സെനറ്റിൽ പറഞ്ഞ കാര്യം.
ഈ ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം വൈര്യം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണ് അവരുടെ ഉദ്ദേശം എന്ന് നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കാം. അങ്ങനെ ഒരു ഉദ്ദേശം അല്ല അവർക്കുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ഇവിടുത്തെ ഹിന്ദു മുസ്ലിം അടിച്ചിട്ടുമില്ല. ഇന്ന് ഈ നമ്മളെ വിഭജനാനന്തര ഒരു രാജ്യത്ത് ഇരുന്നിട്ട് നമ്മൾ ഇന്ന് ഇതിരുന്നിട്ട് ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമ്മളതെങ്ങനെ വിശ്വസിക്കാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ എങ്ങനെ സാധിക്കാന്നാണ് ചോദിക്കുക. ഇന്നത്തെ ഇവിടെ ജീവിക്കുന്ന ഒരു സാധാരണ മുസ്ലിമിനെ കൊണ്ട് ഒരു ഹിന്ദുവിനെ വെറുപ്പിക്കാൻ എങ്ങനെ സാധിക്കും? അല്ല, ഇന്ത്യയിൽ സാധിക്കില്ല. പക്ഷെ അവർ അതിനുള്ള ശ്രമം നടത്തുന്നു. അല്ലാതെ പിന്നെ എന്തിനാണ് അവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്? അവിടെയാണ് നമ്മൾ ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് നമ്മൾ പോകണം എന്ന് പറയുന്നത്. ആ കാരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പിടിക്കുക എന്നുള്ളതാണ്. ആ ഇന്ത്യയെ പിടിക്കുക, ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സമയത്ത് അത് അവരുടെ ഒരു വലിയ ലക്ഷ്യമായിട്ട് വെക്കുമ്പോൾ അവിടെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന മുസ്ലിം പോലും അവരുടെ ശത്രുവാണ്. അതാണ് അതിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ 26 പേരെ കൊന്നതിൽ ഒരാളൊരു മുസ്ലിമാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ കൊല്ലാൻ കഴിയുന്നത്? കൊല്ലുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് അതിലൊരു തടസ്സം വരാത്തത് എന്തുകൊണ്ടാണ്? കാരണം ആ വ്യക്തി അവൻ അവിടെ ഫൈറ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു തോക്ക് പിടിച്ച് വലിക്കാൻ വേണ്ടി നിന്നത്. അപ്പോഴാണ് അവന് വെടികൊള്ളുന്നത്. ഇവിടെ മദ്രസകളിൽ ചില മദ്രസകളിൽ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ്? ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട്. ഇതാരെങ്കിലും ചർച്ചയാക്കിയിട്ടുണ്ടോ? എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നാൽ നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിലാണ്. നിങ്ങൾ കാഫിറിന്റെ പട്ടാളത്തിൽ ചേർന്ന് വെടിവെക്കേണ്ടി വരിക പാകിസ്ഥാനിയാണ്, പാകിസ്ഥാനി മുസ്ലിമാണ്. അങ്ങനെ വെടിവെക്കരുത്. ഇന്ത്യൻ പട്ടാളത്തിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് ശ്രീ ആരിഫ് ഹുസൈൻ. ഉണ്ട്. യെസ്, അതാ ഞാൻ പറയുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിലുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ഇസ്ലാം അറിയാത്തതുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാം അറിയുന്ന ആളുകൾ ഈ പറയുന്ന സാധനം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഞാനടക്കം പണ്ടൊരു കാലത്ത് ഈ ഒരു സൈന്യത്തിൽ ചേരണമെന്ന സ്വപ്നം കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് പോലും കിട്ടിയിട്ടുള്ളൊരു നിർദ്ദേശമാണ് ഈ പറയുന്ന കാര്യം. ഇതൊരു സാധാരണ മുസ്ലിം കുടുംബങ്ങളിൽ അകത്തളങ്ങളിൽ മുസ്ലിം സെറ്റിങ്സിൽ കൂടിയ മദ്രസകളിൽ അതല്ലെങ്കിൽ ജിഹാദി ട്രെയിനിങ് കൊടുക്കുന്ന പോലെയുള്ള വേദികളിലെല്ലാം കൊടുക്കുന്നത്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കി ഉസ്താദുമാർ ഇന്ന് പ്രസംഗിക്കുന്നതിൻ്റെ എത്ര പ്രസംഗം നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം ഇവിടെ നടക്കുന്നു. കാഫിറിൻ്റെ പട്ടാളത്തിൽ ചേരരുത് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. പക്ഷേ മുസ്ലിങ്ങൾ അതിൽ നിന്നൊക്കെ മറികടന്ന് അവർ മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്നുണ്ട്. അവർ ദേശസ്നേഹമുള്ള മുസ്ലിങ്ങളായതുകൊണ്ട് അവരത് വിലക്കെടുക്കുന്നില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ഒരു മുസ്ലിമിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രഥമ വഴിയാണ് ഇത്. ആ വഴി നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഇവിടെ അത് വീണ്ടും ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞത് വഴി തെറ്റിക്കുന്നു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ശരി, ശ്രീ സേനാപതി വേണു, താങ്കളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? ഇപ്പോൾ അയോധ്യയിലെ പുതിയ ബാബറി മസ്ജിദിന് പാകിസ്ഥാൻ സൈന്യം തറക്കല്ലിട്ട ശേഷം ആദ്യ പ്രാർത്ഥന നടത്തുന്നത് പാക് സൈനിക മേധാവി അസീം മുനീർ ആയിരിക്കുമെന്ന് പറഞ്ഞത് ഒരു പാക് സെനറ്ററാണ്. മഞ്ജുഷ, നമ്മൾ ഈ പാകിസ്ഥാൻ ഭരണാധികാരികളെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ പഴയ ആള് അയ്യൂബ് ഖാനും വ്യാഖ്യാക്കാനും ഒക്കെ പോട്ടെ. അതിനുശേഷം ഇപ്പം നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ കേൾക്കുന്നയാള് ഭൂട്ടോയാണ്, പാകിസ്ഥാന്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരി. ഭൂട്ടോയെ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. ഭൂട്ടോയെ തൂക്കിലേറ്റിയത് ആരാണ്? സിയാഉൽ ഹക്ക്. സിയാഉൽ ഹക്കിന്റെ മരണം എങ്ങനെയാ? പ്ലെയിനിൽ മിസൈൽ തീർത്ത്. ഇനി അതിനുശേഷം ഭൂട്ടോയുടെ മകള് എന്താ പറഞ്ഞ ബനാസിർ ഭൂട്ടോയും ഒരു റാലിയിൽ അവര് അവരുടെ രാജ്യത്ത് തന്നെ ആക്രമണത്തിൽ മരണപ്പെടുന്നു. ഇനി ഒരുപക്ഷെ പാകിസ്ഥാനിൽ സിയാഉൽ ഹക്കിന് ശേഷം വന്ന ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും മിടുക്കനായ സൈനിക മേധാവി എന്ന് പറയുന്നത് പർവേസ് മുഷറഫാണ്. ഭരണം കഴിഞ്ഞപ്പോൾ പർവേസ് മുഷറഫിന് നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ദുബൈയിൽ പോയി അഭയം തേടേണ്ടി വന്നു. 10 കൊല്ലോ 12 കൊല്ലക്കാലോ പാകിസ്ഥാനിൽ ഭരണം നടത്തിയ നവാസ് ഷെറീഫിന് ഇപ്പോ ലണ്ടനിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഇപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം വന്നിരിക്കുന്നു എന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഭരിച്ചിട്ടുള്ളവരും ഇനി ഏറ്റവും അവസാനം ഇമ്രാൻഖാൻ, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നല്ലോ, ഇപ്പൊ 10ഓ 40ഓ കേസുകളിൽപ്പെട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സ്ഥിതിവിശേഷമാണ്. അപ്പോ ഈ വീരവാദങ്ങൾ മുഴക്കുന്ന ആളുകൾ ഒന്നുകിൽ അവരുടെ പിതാവ് കൊല ചെയ്യപ്പെട്ടതായിരിക്കും, അതല്ല എങ്കിൽ അവരുടെ മാതാവ് കൊല ചെയ്യപ്പെട്ടതായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികൾ ഒന്നൊന്നായി കൊല ചെയ്യപ്പെട്ട ആളുകൾ. അവർ ഭരണത്തിലിരിക്കുമ്പോൾ ഈ വീരവാദം മുഴക്കുകയാണ്. നാളെ ഇവരുടെയും ഗതി ഇത് തന്നെയാണ്. ഇത് നമ്മളെ സൂചിപ്പിക്കാനല്ല, നമ്മളെ ഭയപ്പെടുത്താനല്ല, പാകിസ്ഥാനിലെ ആളുകളെ ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ജൽപ്പനങ്ങൾ എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനൊരു ഒരു എന്താ പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രസക്തി കൊടുക്കേണ്ട. പാകിസ്ഥാൻ ഭൂട്ടോ പറഞ്ഞത് ഞങ്ങൾ 1000 വർഷം വേണമെങ്കിൽ, ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ ഞങ്ങൾ 1000 വർഷം ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂട്ടോ ജീവിച്ചത്. ആ ഭൂട്ടോയെ നിഷ്കരണം തൂക്കിലേറ്റി. ഭൂട്ടോയുടെ മകനാണല്ലോ ഇപ്പൊ ബിലാൽ ഭൂട്ടോ പറയുന്നത്,
സിന്ധു നദിയിൽ നിന്ന് ഞങ്ങൾക്ക് ജലം കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ അവിടെ ചോരപ്പുഴ ഒഴുക്കുമെന്ന്. ഇവര് എത്ര വർഷം ശ്രമിച്ചു കഴിഞ്ഞാലും ഇവരെ 10-50 തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടുന്നു, എന്തെങ്കിലും കലാപം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ പാകിസ്ഥാന് സ്വപ്നത്തിലെങ്കിലും വിചാരിക്കാൻ പറ്റുമോ ഇന്ത്യയുടെ ഒരു ഭൂമി കവർന്നെടുത്ത്? കാരണം ഏറ്റവും അവസാനം 99 നമ്മൾ കണ്ടതാണ്. ആ 99 പോലും പർവേസ് മുഷറഫിനെ പോലെ ഇത്രയും പാകിസ്ഥാന്റെ സൈന്യത്തെ ഇത്രയും അധികം കൺട്രോളിൽ വെച്ച ഒരാൾക്ക് പോലും ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരെല്ലാം ഓടി ഒളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിപ്പം അവരുടെ മുമ്പിൽ ഇങ്ങനെ വീരവാദം മുഴക്കുന്നതിന് വേണ്ടി കീലേരി അച്ചുവായി ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തേക്ക് അതിൽ വേറെ ഒരു കാര്യവുമില്ല. പിന്നെ ശ്രീ പ്രിന്റു മഹാദേവ് പറഞ്ഞ ഒരു കാര്യം, പ്രിന്റു മഹാദേവെ ഞങ്ങളെയൊക്കെ നിങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നു, കോൺഗ്രസിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ 2014 വരെ ഈ രാജ്യം ഭരിച്ചവരാണ്. ഞങ്ങൾ 47 മുതൽ 58 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ചതാണ്. ഞങ്ങൾ ആ പാകിസ്ഥാനെ 2 കഷ്ണമൊക്കെ ആക്കി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയെ ഒക്കെ ഇല്ലാതാക്കിയത് 2014 ശേഷമൊന്നും അല്ലല്ലോ ഇന്ത്യ ഉണ്ടായത്, അതിനു മുമ്പും ഇന്ത്യ ഉണ്ടായി. അപ്പോ ദയവ് ചെയ്ത് ഞങ്ങളെ രാജ്യസ്നേഹം അങ്ങ് പഠിപ്പിക്കരുത്. ബാക്കി എന്ത് കാര്യത്തിലും രാജ്യസ്നേഹം പഠിപ്പിക്കുന്നതല്ല, പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന്റെ നേതാക്കൾ നടത്തിയാൽ പിന്നെ എന്താണ് പറയേണ്ടത്? മഞ്ജുഷ, ഞാൻ ഒരൊറ്റ കാര്യം, ഞാൻ എല്ലാ ബഹുമാനവും അദ്ദേഹത്തോട് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നു. ഈ ആക്രമണം നടക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇൻ ബോർഡർ. അപ്പൊ അഖനൂറിലെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ ഉള്ളിൽ വന്നാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. 1-2 കിലോമീറ്റർ അല്ല, 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ആണെങ്കിൽ ഇൻഫിൽട്രേഷൻ അത് നടന്നത്. 200 കിലോമീറ്റർ ഉള്ളിൽ ഈ ആക്രമണം നടക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞത് ഭരണഘടനയുടെ 370 എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാശ്മീരിൽ കുഴപ്പമൊന്നുമില്ല, തീവ്രവാദി ആക്രമണം ഉണ്ടാവില്ല എന്ന്. ഒരു മൊബൈൽ റേഞ്ച് പോലും ഇല്ലാത്തടത്ത് 10-20,000 ടൂറിസ്റ്റുകൾ വരുന്ന ഒരു നാട്ടിൽ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയെങ്കിലും ഒരു ചൂരവടിയായിട്ടെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ ഈ ഭീകരന്മാർ അവിടെ വരുമോ? അപ്പോ ആ സുരക്ഷാ വീഴ്ചയെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ ദേശവിരുദ്ധര്, രാജ്യവിരുദ്ധര്, ദയവ് ചെയ്ത് ആ ഒരു ചർച്ചയിലേക്ക് പോകരുത്. ഇപ്പോഴത്തെ എന്താ പറഞ്ഞ ചർച്ച അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ രാജ്യം ഒന്നിച്ചു നിൽക്കണം. ആ രാജ്യം ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇനി കോൺഗ്രസിൽ ആരെങ്കിലും അത് പറഞ്ഞു ഇത് പറഞ്ഞു അതുകൊണ്ടാണ് പാകിസ്ഥാൻ, ഇനിയിപ്പോ അവരുടെ ആ പ്രസ്താവന കൊണ്ട് എന്താ പാകിസ്ഥാൻ എന്താ ബാലിസ്റ്റിക് മിസൈല് പ്രയോഗിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ ഇതൊക്കെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കുക. സേനാപതി ഒരു കാര്യം കൂടി, ആരിഫ് ഹുസൈൻ പറഞ്ഞ കാര്യത്തിന് താങ്കൾ നേരിട്ട് മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് ഈ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമമൊന്നും അല്ല പാകിസ്ഥാൻ നടത്തിയത് എന്നാണ്. അത് പാകിസ്ഥാന് എല്ലാ കാലഘട്ടത്തിലും അവരുടെ ഒരു ആഗ്രഹം എന്താണ്? ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കണം. ആ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്താണ്? ഈ രീതിയിൽ മതപരമായിട്ടുള്ള വൈര്യം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ എന്റെ ഒരു പരിമിതമായ അറിവിൽ ഞാൻ പറയുന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപം ആണ് ഈ ആക്രമണത്തിൽ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇനി ഹിന്ദുക്കളെ കൊല്ലാനാണെങ്കിൽ പണ്ഡിറ്റുകൾ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, ധാരാളമായിട്ടുള്ളത് പണ്ഡിറ്റുകൾ അവിടെ ഉണ്ടല്ലോ. അവരുടെ ലക്ഷ്യം എന്താണ്? കശ്മീരിൽ സമാധാനം വന്നു, ടൂറിസ്റ്റുകൾ വരുന്നു. ആ ടൂറിസ്റ്റുകൾ വരാതിരിക്കണമെങ്കിൽ ടൂറിസ്റ്റുകളായി വന്നിരിക്കുന്ന ആളുകളെ എന്നാൽ പിന്നെ അവരുടെ മതവും കൂടെ എന്ന് ചോദിച്ചേക്കാം. അപ്പം ഒരു വെടിക്ക് 2 പക്ഷി എന്നതുപോലെ. അതല്ലാതെ ഒരു ഹിന്ദുവിന് നേരെ നടന്ന ആക്രമണം എന്ന രീതിയിലില്ല. അങ്ങനെയാണെങ്കിൽ കശ്മീരിൽ ഇപ്പോഴും എത്രയോ ആളുകൾ, കശ്മീരി പണ്ഡിറ്റുകൾ, അവർക്ക് വേണമെങ്കിൽ ഇതിലും എത്രയോ എളുപ്പത്തിൽ അവിടെ കൊലപാതകം നടത്താൻ കഴിയും. പക്ഷെ അതല്ല അവരുടെ ഉദ്ദേശം. മറിച്ച് അവരുടെ ഉദ്ദേശം ഇപ്പോൾ കാശ്മീരിൽ ഉണ്ടായിരിക്കുന്ന ഈ സമാധാനം ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ കശ്മീരിന്റെ ഇക്കോണമിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ടൂറിസ്റ്റുകളുടെ വരവിലുണ്ടായിരിക്കുന്ന ആ ഒരു എന്താ പറഞ്ഞ ഒരു വികസനം, അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർ ചെയ്ത ഒരു കാര്യം. അത് ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. കാരണം 46 ടൂറിസ്റ്റ് സെന്ററുകളിൽ ആളുകൾ വരുന്നത് അത് തന്നെയല്ല. ഇപ്പൊ കശ്മീരിലേക്ക് പോകാനായി, കശ്മീർ എന്ന് പറഞ്ഞാൽ എത്രയോ വിശാലമായ സ്ഥലമാണ്. പഹൽഗാം എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ സെന്ററിലിരുന്ന് സെനറ്റർമാർ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ല ഞാൻ പറഞ്ഞത് പാകിസ്ഥാനെ അവർ തോക്കുന്ന കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലെ അവർക്ക് ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് സ്വപ്നം കാണാൻ പറ്റുമോ അയോധ്യ വേണ്ടെന്നേ? ഇന്ത്യയുടെ അതിർത്തിയിൽ എവിടെയെങ്കിലും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് 1 ഇഞ്ച് കടന്നു വന്ന് അവർക്ക് ഇന്ത്യയിൽ കയറാനായിട്ട് പറ്റുമോ? അവര് ഇനി എത്ര കൊല്ലം അവർ വിചാരിച്ചാലും പറ്റത്തില്ല. അത് അവർക്ക് നല്ലതായിട്ട് അറിയാം. അപ്പൊ പിന്നെ ഒരു വാചകവടിയിലൂടെ ആളുകളെ ഒന്ന് എന്താ പറഞ്ഞ ഉത്തേജിപ്പിക്കുക എന്നുള്ളത് അത് അവർ ചെയ്യട്ടെ. കാരണം അവരിപ്പം അനുഭവിക്കുന്ന പ്രതിസന്ധി അറിയാമല്ലോ. പെഷവാറിൽ നിന്ന് കൊറ്റയിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാനികൾ തട്ടിക്കൊണ്ടുപോയിട്ട് എത്രയോ ആളുകളെ കൊന്നിരിക്കുന്നു. ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഒരാളെയും പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. എല്ലാ രംഗത്തും പാകിസ്ഥാൻ ഇങ്ങനെ തകർന്ന് തരിപ്പണമാണ്. നമ്മൾ പാകിസ്ഥാന്റെ ഒരു മന്ത്രിയുടെ ഒരു പ്രസംഗം 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം.
ഇന്ത്യ ചന്ദ്രനിലേക്ക് ആളുകളെയും ചൊവ്വയിലേക്ക് ഉപഗ്രഹവും വിടുമ്പോൾ നമ്മളുടെ കുട്ടികള് പെഷാവാറിലെയും കറാച്ചിയിലെയും തെരുവീഥികളിൽ ഇപ്പോഴും വെള്ളത്തിന് വേണ്ടി എന്താ പറഞ്ഞ ഓടയിലെ വെള്ളം എടുത്ത് അവർ മഗ്ഗിൽ കുടിക്കുന്നു എന്ന് ഒരു മന്ത്രി അവിടെ പ്രസംഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ദയനീയത, ആ ദയനീയതയെ അവര് മതവുമായി കൂട്ടിക്കലർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ മതവുമായിട്ട് കൂട്ടിക്കലർത്താനുള്ള ശ്രമം, പക്ഷെ ഇവിടെ അവരുടെ പ്രാഥമികമായ ഉദ്ദേശം മതത്തെക്കാൾ ഉപരി കശ്മീരിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം മഹാദേവ് സമാധാനം തകർക്കുക എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. അത് തന്നെ അല്ല അതിന് അങ്ങനെ ലാഘവത്തോടു കൂടി സേനാപതി വേണു സാർ പറയണ്ട. നമ്മൾ അതിനകത്ത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് കാശ്മീരിന്റെ പ്രശ്നം മുതൽ ഉണ്ടായതല്ല. അറബികൾ സിന്ധ് ആക്രമിച്ചതും ഗോറിയുടെയും ഗസ്നിയുടെയും ബാബറിന്റെയും ഒക്കെ പടയോട്ടം ഇന്ത്യ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാനായിരുന്നു. അവിടെ സ്വാഭാവികമായിട്ട് അതിന്റെ പിന്തുടർച്ചയായിട്ടുള്ള ഇസ്ലാമിക മതഭീകരവാദമാണ് ഇന്ത്യയിൽ വന്നുകൊണ്ട് ഈ കൂട്ടക്കൊലയ്ക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. അദ്ദേഹം പറഞ്ഞു അവിടെ നടന്നത് ഒരു ഹിന്ദു കൂട്ടക്കൊലയല്ല എന്ന്. അതെങ്ങനെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? നിങ്ങൾ നോക്കൂ, രണ്ട് രീതിയിലാണ് അവിടെ തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അവർ കലിമ ചൊല്ലിക്കുന്നു. ഈ കലിമ ചൊല്ലിക്കുന്നത് എന്തിനാ? രണ്ടാമത്തത് വസ്ത്രം അഴിച്ചു നോക്കണം, ദേഹ പരിശോധന നടത്തിയിട്ട് ഉറപ്പുവരുത്തുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ സുന്നത്ത് എന്ന് പറയുന്നത് ഈ ഇസ്രായേലിലെ ജൂതന്മാരും ചെയ്യും, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ചെയ്യും. അതിനകത്ത് ജൂതനുണ്ടെങ്കിൽ അവർ കലിമ ചൊല്ലില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് കലിമ ചൊല്ലിച്ചു കഴിഞ്ഞാൽ ജൂതനാണോ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിനെ പിന്നെ ഇസ്ലാമിക ഭീകരവാദം എന്നല്ലാതെ അതിന് എന്ത് പേരാണ് പറയാൻ സാധിക്കുക? അതൊരു കേവലം ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ അങ്ങനെ വിഷയമല്ല. ഇത് കൃത്യമായ മതഭീകരവാദമാണ്. ഇത് തന്നെയാണ് ഇസ്രായേൽ ചെന്നിട്ട് പലസ്തീനിന്റെ ഭീകരവാദികൾ ചെയ്തത്. ഇത് തന്നെയാണ് മാറാനുണ്ടായത്. ഇത് മൂന്നിനെയും ഒരു കൃത്യമായിട്ട് ഇസ്ലാമിക മതഭീകരവാദമാണെന്ന് പറയാനുള്ള മടിയാണ് സേനാപതി വേണുവിനും കോൺഗ്രസ്സുകാർക്കും. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ രാജ്യത്തിലെ എല്ലാ മുസ്ലിം സഹോദരന്മാരൊന്നും ഭീകരവാദികളൊന്നുമല്ല. ഇസ്ലാമിക മതഭീകരവാദത്തെ തള്ളി പറഞ്ഞ പാരമ്പര്യം തന്നെയാണ് ഇസ്ലാമിലുള്ളത്. ഇപ്പൊ നമുക്ക് പരപ്പനങ്ങാടിയിൽ നിന്ന് കാശ്മീരിലേക്ക് വെടിവെക്കാൻ പോയിട്ട് അവിടെ വലിയ ഫയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ഉമ്മ പറഞ്ഞത് ആ മതഭീകരവാദിയുടെ ശവം എനിക്ക് കാണണ്ട എന്നാണ്. അപ്പൊ നമുക്ക് മതഭീകരവാദത്തെ എതിർക്കാൻ വേണ്ടി മുസ്ലിം സമുദായം തയ്യാറാകുമ്പോൾ ഇവരിങ്ങനെ ഈ മതഭീകരവാദികൾക്ക് എല്ലാവിധ ഒത്താശ ചെയ്ത് കൊടുക്കുക, ഈ ഭീകരാക്രമണങ്ങൾ ലാഘവത്തോട് വിടാടുക. എന്റെ സേനാപതി വേണു സാറേ, ഇപ്പൊ നോക്ക്, നിങ്ങൾ കാശ്മീരിലെ ഏത് താഴ്വരയിലാണ് പണ്ഡിറ്റുള്ളത്? നിങ്ങൾ പറയൂ. 90കളോടുകൂടി പണ്ഡിറ്റുകൾ മുഴുവൻ ഡൽഹിയിലെ തെരുവീതികളിൽ ലക്ഷക്കണക്കിന് മഞ്ഞും വെയിലും കൊണ്ട് ഇന്നും കിടക്കാണ്. ആർട്ടിക്കിൾ 370 മാറ്റിയതിനു ശേഷമാണ് ഈ പറയുന്ന കുറച്ചാളുകളെങ്കിലും തിരിച്ചുപോയത്. അവിടെ മരണപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകളുടെ എണ്ണം എത്രയാണ്? അത് പറയുന്ന സമയത്ത് നെഹ്റുവിന്റെ പാരമ്പര്യമൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ജനിച്ച മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട വംശീയ ഉന്മൂലനം നടത്തിയിട്ടുള്ള കാശ്മീരി പണ്ഡിറ്റുകൾ ഇന്ന് അവിടെ ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങളെ പോലെയുള്ള കോൺഗ്രസ്സുകാർ സ്ലീപ്പർ സെല്ലായിട്ട് മതഭീകരവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്താണ്, രാഹുൽ ഗാന്ധിക്ക് ശേഷമാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് നിങ്ങൾ മാറിയത്. അതിനപ്പുറത്തുള്ള കോൺഗ്രസിന് രാജ്യസ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല. പുതിയ കാലഘട്ടത്തിൽ അർബൻ നക്സലുകൾക്കൊപ്പം ഇസ്ലാമിക മതഭീകരവാദികൾക്കൊപ്പം നിന്നിട്ടാണ് നിങ്ങൾ പോരാടുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത് മതത്തിന്റെ പ്രശ്നമല്ല എന്ന് പറയാൻ സാധിക്കുക? അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് കൃത്യമായിട്ട് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണമാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ആക്രമണങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ആവർത്തിക്കാൻ പാടില്ല. അത് ഒരിക്കലും ആവർത്തിക്കാതെ രീതിയിൽ പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇവിടുത്തെ സൈന്യവും ഇവിടുത്തെ രാജ്യവും പ്രതിജ്ഞാബദ്ധമാണ്. കാരണം നമുക്കറിയാം, ഇപ്പൊ നോക്കൂ, ഇവർ വിചാരിച്ചത് ആഗോള ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി പാകിസ്ഥാന് പിന്തുണയുമായി വരുമെന്നാണ്. ആകെ വന്നത് ഇറാനും തുർക്കിയുമാണ്. കാരണം എന്താണ്? ഇപ്പൊ ഇറാൻ ഒരു ഇസ്ലാമിക പരമോന്നത പദവിയിൽ രാജ്യമാവാൻ വേണ്ടി ശ്രമം നടത്തുന്നു. തുർക്കി പഴയ ഖലീഫയുടെ പദവിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അല്ലാതെ ഒരു ഇസ്ലാമിക രാജ്യവും തെറ്റില്ല. ഇത് ഇരവാദം പറയാണ്. സത്യം പറഞ്ഞില്ല, പാകിസ്ഥാനിലെ ചില മന്ത്രിമാർ ഇങ്ങനെ പറയുന്നത് ഇതേ ഇരവാദം തന്നെയാണ് പലസ്തീൻ പറയുന്നത്. ഒരേ സമയത്ത് ആക്രമണം നടത്തിയിട്ട് ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇരവാദങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പറയും അവിടെയുള്ളത് മനുഷ്യനല്ലേ, ഇവിടെയുള്ളത് മനുഷ്യനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മതഭീകരവാദത്തിനും തീവ്രവാദത്തിനും. ശരി, ശ്രീ മിഥുൻ വിജയകുമാർ, ഈ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഇസ്രായേലിൽ നിന്നുള്ള ഒരു പ്രസ്താവന വന്നത് ഹമാസ് ഇതിന് പിന്നിലുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം കുറേയേറെ ദൃശ്യങ്ങൾ വന്നിരുന്നു. പാക് ഓക്യുപ്പൈഡ് കശ്മീരിൽ ഈ ഹമാസിന്റെ റാലി നടക്കുന്നത്, ഹമാസിന്റെ നേതാക്കൾ അവിടെ വരുന്നതും ഒരു വലിയ റാലി നടക്കുന്നതുമൊക്കെ. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഇലമെന്റുകളുടെ പങ്കാളിത്തം കൂടി ആക്രമണത്തിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടി വരികയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കാവുന്നതാണ്. കാരണം ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇസ്ലാമിക് ടെററിസം അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത്. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. അതിന്റെ ഒരു ചെറിയ സ്പോൺസർ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ഭീഷണിയാണെങ്കിൽ പോലും ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്കുള്ള സപ്ലൈ, ഇവർക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഇതൊക്കെ കൊടുക്കുന്നത് ഓവറോൾ
ഇക്കോസിസ്റ്റം, ഈ ഒരു ടെററിസ്റ്റ് ഇക്കോസിസ്റ്റമാണ് ഇവരെ വളർത്തിയെടുക്കുന്നത്. അതിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ പങ്കുണ്ട്. അവർ പിന്നെ ഓൾറെഡി ടെററിസ്റ്റും ആർമിയും ഹാൻഡ് ഇൻ ഗ്ലവ് എന്ന് പറയുന്ന പോലെ പോകുന്നത് കൊണ്ട് അവർക്ക് അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ വളരെ ടെററിസ്റ്റുകൾക്ക് വളരെ സേഫ് ഹേവൻ ആണ് പാകിസ്ഥാൻ. അപ്പൊ ഹമാസിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോക്കോ ഹറാമിന്റെ ഒക്കെ സപ്പോർട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതുപോലും ഉണ്ടാവാൻ ഒരു പക്ഷേ. സോ പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനകൾക്ക് എല്ലാ കാലത്തും ഇന്റർനാഷണൽ ഇസ്ലാമിക് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള നല്ല കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ നെറ്റ്വർക്ക് അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലും. ISIS ആയിട്ടോ അല്ലെങ്കിൽ മറ്റേത് തീവ്രവാദി സംഘടനയായിട്ട് ഇവരുടെ ISIക്ക് പോലും ഈ പറഞ്ഞ പോലത്തെ കണക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാകിസ്ഥാന് അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അങ്ങനത്തെ ഒരു ആംഗിൾ ഉണ്ട്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ അന്വേഷിക്കുകയും വേണം. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പം അവരൊരു പക്ഷേ നേരിടാൻ പോകുന്ന ഭീഷണി എന്ന് വെച്ചാൽ അവർക്ക് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഒരു ഗ്രേ ലിസ്റ്റ് അവർ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഈ ഒരു ഇഷ്യൂ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഇന്റർനാഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരെ ഒരു ടെററിസ്റ്റ് രാജ്യമായിട്ട് എന്താ പറയുക ഇന്റർനാഷണൽ പവേഴ്സ്, ഗ്ലോബൽ പവേഴ്സ് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്ന ഇക്കണോമിക് നഷ്ടങ്ങൾ വളരെ വലുതാണ്. അപ്പം അതൊക്കെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് പേടിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ. പാകിസ്ഥാനെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആക്ച്വലി വളരെ പ്രിപ്പയർഡ് ആണ്. വാർ പ്രിപ്പയർഡ്നെസ് ഇന്ത്യക്ക് വളരെ ഹൈ ആണ്. ഇന്ത്യയുടെ കയ്യിൽ റഫേൽസ് ഉണ്ട്, S-400s ഉണ്ട്, അഗ്നി മിസൈൽസ് ഉണ്ട്, നമ്മുടെ ബ്ലൂ വാട്ടർ നേവി വളരെ ശക്തമാണ്. അപ്പം എന്തുകൊണ്ടും ഇന്ത്യക്ക് ഒരു പ്രിസൈസ് ഹാർഡ് അറ്റാക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വളരെ അധികമാണ്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അവർ ഓൾറെഡി ഇന്റേണലി വീക്കാണ്. അവരെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് അവരുടെ ഈ പറഞ്ഞ പോലെ പ്രൊവിൻഷ്യൽ ഇഷ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബലോചിസ്ഥാൻ, അവിടെ എപ്പോഴും ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാകിസ്ഥാൻ മിലിറ്ററിയും തമ്മിൽ ക്ലാഷസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബലോചിസ്ഥാനിലെ ആളുകൾ പറഞ്ഞത് ഇവിടുത്തെ മിനറൽസും ഇതൊക്കെ പാകിസ്ഥാൻ മിലിറ്ററി കൊള്ളയടിക്കുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. അവിടെ എല്ലാ സമയത്തും എന്താ പറയുക ബോംബ് ബ്ലാസ്റ്റും മിലിറ്ററി റെയ്ഡും, ആളുകൾ കാണാതാവുകയും വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത് ബലോചിസ്ഥാനിൽ. പിന്നെ പാകിസ്ഥാന് ഫേസ് ചെയ്യേണ്ട മറ്റൊരു ഇഷ്യൂ ആണ് ഖൈബർ പഖ്തൂൺഖ്വ. അവിടെ ഈ പറഞ്ഞ തെഹ്രീക്കെ പാകിസ്ഥാൻ എന്ന് പറയുന്ന TTP അവരും പാകിസ്ഥാൻ ആർമിയും റെഗുലർ ക്ലാഷിലാണ്. ആക്ച്വലി താലിബാന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്നുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടത് കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ടുവരാൻ അവർ നോക്കുന്നത്. പാകിസ്ഥാനിലുള്ള ഇപ്പോഴത്തെ ജിഹാദ് അത്ര പോരാ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അവർ എന്താ പറയുക കൃത്യമായിട്ട് ആർമി ക്യാമ്പും പോലീസും സിവിലിയൻസിനൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ടെറർ അറ്റാക്സ് നടക്കുന്നുണ്ട്. പിന്നെയുള്ള പാകിസ്ഥാന്റെ മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് സിന്ധ് പ്രോവിൻസ് ആണ്. സിന്ധിൽ വളരെയധികം ഈ എത്തനിക് ടെൻഷൻ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സിന്ധി നാഷണലിസ്റ്റും ഈ പറഞ്ഞ പോലെ മൊഹേഴ്സ് എന്ന് പറഞ്ഞ അതായത് ഉറുദു സ്പീക്കിംഗ് മൈഗ്രൻസും തമ്മിലുള്ള വലിയ ഇഷ്യൂസ് ആണ് അവിടെ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ ചൊല്ലി, ഈ ലാൻഡ് ഓണർഷിപ്പിനെ ചൊല്ലി, പുവർ എന്താ പറയുക ഗവേണൻസ് മോഡൽസ്, ഇതൊക്കെയാണ് അവരുടെ ഇഷ്യൂ. ഈ കറാച്ചി അതിന്റെ ഒരു ഹബ്ബാണ് ബേസിക്കലി. ഗാങ് വാർ, പൊളിറ്റിക്കൽ മർഡർ, ഇതിന്റെ ഒരു ഹബ്ബായിട്ടാണ് കറാച്ചി നിൽക്കുന്നത്. വേറെ ഒന്ന് ഗിൽഗിറ്റ് ബാൽറ്റിസ്ഥാനാണ്. അവിടെ ഈ പറഞ്ഞ പോലെ സെക്ടേറിയൻ ടെൻഷനാണ്. ഷിയ സുന്നി ഇഷ്യൂസ് ആണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഷിയ പോപ്പുലേഷൻ അവർ ഭയങ്കര സപ്രസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു സുന്നി മെജോറിറ്റി സിസ്റ്റം ഉണ്ട്. അവിടെ വലിയ രീതിയിലൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഒരു ലാക്ക് ഓഫ് ഓട്ടോണമി, മിലിറ്ററി കൺട്രോൾ, ഇതിന്റെയൊക്കെ പേരിൽ അവിടെ വലിയ രീതിയിൽ ആളുകളുടെ ഇടയിൽ വലിയധികം വിദ്വേഷ പ്രചരണം നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ പാക് ഓക്യുപ്പൈഡ് കശ്മീർ. അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ്, ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, അവിടെ എന്താ പറയുക സിവിലിയൻ ക്ലാഷ്, സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ്, ഇതൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇതുപോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള ഫിനാൻസിങ് കിട്ടുന്നത്, എവിടെ നിന്നാണ് ഇവർക്ക് ഇതിനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത് എന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ ശരിയാണല്ലോ ശ്രീ വേണുഗോപാൽ. ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇപ്പോൾ പാകിസ്ഥാൻ എത്ര സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നിരുന്നാലും ആ സമയത്തൊക്കെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പക്ഷേ ശക്തമാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും അത് പാകിസ്ഥാനിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ തുർക്കി, ഇറാൻ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കജക്കിസ്ഥാൻ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഈ റഷ്യയുടെ ബോർഡറിലുള്ള ചില സംസ്ഥാനങ്ങൾ, പഴയ USSRന്റെ ബോർഡറിലുള്ള ചില രാജ്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഇന്ത്യയിലെ കുറേ ഭാഗങ്ങൾ, കാശ്മീർ പോലെയുള്ള ഭാഗങ്ങൾ, ബംഗ്ലാദേശ് ഉൾപ്പെടെ ഒക്കെ കൈക്കലാക്കി ഒരു കോറിഡോർ, ഒരു മുസ്ലിം കോറിഡോർ ഉണ്ടാക്കണം എന്നുള്ള ഒരു തത്വം പണ്ട് മുതലേ നടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ പാകിസ്ഥാൻ ഒറ്റയ്ക്കല്ല, പാകിസ്ഥാന് പല വിധത്തിലുള്ള സപ്പോർട്ടുകൾ, ഇപ്പോൾ ഹമാസ് മാത്രമല്ല പല തീവ്രവാദ ഏജൻസികളുടെ സപ്പോർട്ടുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫണ്ടിങ്ങുകളും അവർക്ക് മറ്റു രീതിക്കുണ്ട്. അവർക്ക് രാജ്യാന്തര ഫണ്ടിങ് അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനത്തിനുള്ള ഫണ്ടിങ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ ഇന്ത്യയെ കാണുന്നത് നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല. അവർ നോക്കുന്നത്
ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന പോലെ ഈ ലോകത്തെ ഒരു വലിയ മുസ്ലിം രാഷ്ട്രവും കൂടെയാണ്. അപ്പോൾ അതും അവരുടെ കണക്കിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വലിയ ഡിവിഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അസംതൃപ്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ 1000 കട്ട്സിൻ്റെ വേറൊരു തിയറിയാണ് എപ്പോഴും അസംതൃപ്തി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ അസംതൃപ്തി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് തടയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവരുടെ കണക്കൂട്ടൽ പലതും ഇപ്പം BJP ഇവിടെ 3ാം തവണയും അധികാരത്തിൽ വന്നത് അവരുടെ കണക്കൂട്ടൽ പലതും തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അത് ഡീറെയിൽ ചെയ്യുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിനേക്കാൾ ഇതായിട്ട് വന്നു. ഇനി വരുന്ന ഭാവിയിൽ കൂടുതൽ ശക്തമായിട്ട് ഈ BJPയോ അല്ലെങ്കിൽ ഹിന്ദു പ്രസ്ഥാനങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാൽക്കുലേഷനാണ് ഇപ്പോൾ ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ശ്രമം. അത് ഇന്ത്യയിലെ ഞാൻ പറഞ്ഞില്ലേ പാകിസ്ഥാനിലെ 25 കോടിയാണ് മുസ്ലിങ്ങളുള്ളതെങ്കിൽ ഏതാണ്ട് അതിനടുപ്പിച്ച് 20 കോടിക്ക് പുറത്ത് മുസ്ലിങ്ങൾ ഇന്ത്യയിലുമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ പലവിധ ഒരു അസംതൃപ്തി താങ്കൾ നേരത്തെ പറഞ്ഞ നിലപാടുണ്ടല്ലോ, അതിനോട് പക്ഷേ സേനാപതി വേണു യോജിക്കുന്നില്ല. താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അല്ല, അദ്ദേഹം പാതി യോജിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു സൈനിക ഒരു പാരമ്പര്യവും അതോടൊപ്പം അവിടുത്തെ വിഷയങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം കൊണ്ടാകണം അദ്ദേഹം പകുതിയാണെങ്കിലും സമ്മതിച്ചത്. അപ്പൊ ഞാനവിടെ പറയുന്നത് ഇദ്ദേഹം കോൺഗ്രസിന്റെ ഒരു വേറിട്ട ശബ്ദം അല്ലെങ്കിൽ ഒരു അപശബ്ദം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ വിഷയം വരുന്നു, കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് ഒന്നെന്ന് പറയുന്നു, എന്നാൽ അതിനകത്ത് ഇതേപോലെ ഒറ്റയും തെറ്റയുമായിട്ട് ആളുകൾ പാകിസ്ഥാൻ അടിക്കാനുള്ള വടിയിട്ട് കൊടുക്കുന്നു, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ. അദ്ദേഹം അതിനെ തള്ളി പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഇപ്പോൾ മോദിയുടെ ഒരു തലയില്ലാത്തൊരു ചിത്രം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതൊക്കെ നമ്മളിവിടെ കണ്ടു. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ എങ്ങനെ ഇതിന് പറയാൻ കഴിയുക? സർ തൻസേജുദ എന്ന് പറയുന്ന സാധനമായിട്ട് അതിന് ഇക്വേറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സാധനമായിട്ട് അത് മാറുകയാണ് ഉണ്ടായത്. ഞാൻ അതാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അത് അനാവശ്യമായ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു നേഷൻ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ വെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു പിടിപ്പുകേടുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് ഒറ്റപ്പെട്ട വിഷയങ്ങളാണെന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു പ്രവണത, അത് തള്ളുന്നു എന്നുള്ളത് ശരി, പക്ഷേ അത് ഒറ്റപ്പെട്ടതാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുക. കാരണം കോൺഗ്രസിനകത്ത് അത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് പലപ്പോഴും ഒരു വ്യക്തി അധിക്ഷേപത്തിന്റെ ലെവലിലേക്ക് പോകുന്നു. ഇനി രണ്ടാമത് ഞാൻ അതിനകത്ത് കൈ ഉയർത്തിയൊരു വിഷയം എന്ന് പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞല്ലോ ഇത് ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് അദ്ദേഹം പാതി സമ്മതിച്ചു, പക്ഷെ ബാക്കി പറഞ്ഞില്ല. അതിനുശേഷം സംസാരിച്ച ആൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. എന്നാലും ഞാനൊന്നുകൂടി പറയാണ്, ഇത് പച്ചയ്ക്ക് പറയാൻ കഴിയണം. നിങ്ങൾ പകുതി അംഗീകരിച്ചാൽ മാത്രം പോരാ, ബാക്കിയും കൂടി പറയാൻ നമുക്ക് കഴിയണം. ഇതിന്റെ ബാക്കി എന്താണ്? ഈ ബാക്കി എന്ന് പറയുന്നത് ഇത് ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കാൻ വേണ്ടി അല്ലാന്ന് നമ്മൾ പറഞ്ഞ് നിർത്തരുത്. പിന്നെ എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ പറയണം. കാശ്മീരി പണ്ഡിറ്റുകളെ കൊന്നാൽ പോരെ, അല്ലെങ്കിൽ അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവിടെ അസ്ഥാനത്താവുന്ന അവിടെയാണ്. കാരണം അവരെയൊക്കെ ഓൾറെഡി കൊന്നു തള്ളു, അതുപോലെ അതിൻ്റെ ആ വശമൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പകുതി വിഴുങ്ങിക്കൊണ്ട് ബാക്കി പറയുക. അതും ഇപ്പോൾ സേനാപതി പറഞ്ഞ കാര്യം കോൺഗ്രസിന്റെ എത്ര ആളുകൾ അത് അംഗീകരിക്കും? അതാണ് എനിക്ക് ഇവിടെ വീണ്ടും ചോദിക്കാനുള്ളത്. കോൺഗ്രസ് ഇപ്പോഴും അതല്ലല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേറിട്ട ശബ്ദമാകുന്നു എന്നതിലുള്ള അപ്രീസിയേഷൻ ഒഴിച്ച് ഇതിനകത്ത് ഇപ്പോഴും ഒരു ക്ലാരിറ്റി കുറവ് കോൺഗ്രസിന് വന്നിട്ടില്ല എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്കിലേക്കോ ഇന്ത്യ? അതെ എന്ന് 82% പ്രേക്ഷകർ, അല്ല എന്ന് 14%. അവസാനിക്കുന്നു. നന്ദി.